ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവ പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. കർക്കിടക മാസം മുഴുവനും ശ്രീനാരായണ ഗുരുദേവ പാദങ്ങളാൽ വിരചിതമായ മഹത് കൃതികളെ അടിസ്ഥാനമാക്കിയുള്ള പ്രഭാഷണങ്ങളും പഠന ക്ലാസുകളുമായി 31 ദിവസം പൂർത്തിയാക്കുന്ന ഈ ശുഭവേളയിൽ ഇവിടെ സന്നിഹിതനാകുന്നത് നിങ്ങളുമായി ശ്രീനാരായണ ഗുരുദേവന്റെ ദേവി കൃതികളിൽ ഏറെ ശ്രദ്ധേയമല്ലാത്ത ദേവി പ്രണാമ ദേവി അഷ്ടകം എന്ന കൃതിയെ പരിചയപ്പെടുത്തുന്നതിനുള്ള സൗഭാഗ്യം ലഭിച്ചതിൽ ഗുരുദേവനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് ഒരു പ്രഭാഷണം എന്ന രീതിയിലല്ല എന്നെ വിളിച്ച സമയത്ത് ശിശുപാലൻ സാർ പറഞ്ഞത് പഠന ക്ലാസ് രൂപത്തിൽ അവതരിപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഇതിനെ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. കാരണം ഇതൊരു പ്രഭാഷണ രൂപത്തിൽ അവതരിപ്പിക്കേണ്ട കൃതിയല്ല. ശ്രീനാരായണ ഗുരുദേവനാൽ രചിക്കപ്പെട്ട പല കൃതികളും കണ്ടെടുക്കപ്പെടാതെ പോയിട്ടുണ്ട്, പ്രസിദ്ധീകരിക്കപ്പെടാതെ പോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽപ്പെടുന്ന ഒരു കൃതിയാണ് ഗുരുകൃതമായ ദേവി പ്രണാമ ദേവി അഷ്ടകം. ദേവിയെ പ്രണമിക്കുന്ന ഒരു അഷ്ടകം എന്ന് പറഞ്ഞാൽ 8 ശ്ലോകങ്ങളോട് കൂടിയ കൃതി എന്നാണ് അതിന്റെ അവസ്ഥ. അപ്പൊ 8 ശ്ലോകങ്ങളിലൂടെ ദേവിയെ പ്രണമിക്കുന്ന ഒരു സംസ്കൃത കൃതിയാണ് ഗുരുദേവൻ നമുക്ക് ദേവി പ്രണാമ ദേവി അഷ്ടകം എന്ന ശീർഷകത്തോടുകൂടി രചിച്ചു നൽകിയിട്ടുള്ളത്. ഈ കൃതിക്കുള്ള ഒരു പ്രത്യേകത, ഗുരുകൃതമായ 64 കൃതികള് വ്യാഖ്യാനങ്ങൾ നമുക്ക് സുലഭമാണ്. മഹാപണ്ഡിതന്മാരായാലും അതുപോലെ ഇപ്പോഴായാലും ഗവേഷണ കുതുകികളായ പുതിയ പഠിതാക്കൾ അവര് പുതിയ തലമുറയുമായി സമരസപ്പെട്ടു പോകുന്ന തരത്തിൽ ഗുരുവിന്റെ ആശയങ്ങളെ പുനരാവിഷ്കരിച്ചുകൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഒരു കൃതിയും അതുപോലെ ഗുരുവിന്റെ സുബ്രഹ്മണ്യ കൃതികളിൽ വിശാഖ ഷഷ്ടി എന്ന കൃതിയും വേണ്ടത്ര രീതിയിൽ വ്യാഖ്യാനങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടില്ലാത്ത 2 കൃതികളാണ്. അപ്പൊ ഇത് 2021 ശ്രീനാരായണ ഗുരു സാഹിതി എന്ന പേരിൽ ഒരു ഓൺലൈൻ പഠന ഗ്രൂപ്പ് രൂപീകരിക്കുകയും വാട്സാപ്പ് വഴി ക്ലാസ്സുകൾ നിത്യേന ശ്രീനാരായണ ഗുരുവിന്റെ ഏതെങ്കിലും കൃതികളുടെ ഏതെങ്കിലും ഒരു ശ്ലോകം വെച്ച് ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. അതിപ്പോൾ 3 വർഷം പൂർത്തിയായി. 2024 അതിന്റെ 3ാമത് വാർഷികമായിരുന്നു. അതിനോടനുബന്ധിച്ചാണ് സുബ്രഹ്മണ്യ കൃതികൾ, ഗുരുദേവകൃതമായ കൃതികളെല്ലാം കൂടെ ചേർത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതുപോലെ ഈ ദേവിയുടെ കൃതികളെല്ലാം ശ്രീനാരായണ ഗുരു രചിച്ച ദേവീ സ്തോത്രങ്ങളുടെ എല്ലാം ആഴത്തിലുള്ള ഒരു പഠനം ഇപ്പോൾ പ്രസിദ്ധമുണ്ട്. അപ്പൊ അതിൽ ആ ഒരു ദേവി കൃതികൾ ഗുരു രചിച്ചിട്ടുള്ളത് എല്ലാം ഉൾപ്പെടുത്തി ഒരു പുസ്തകം വേണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഈ കൃതിയുടെ വ്യാഖ്യാനം നടത്തുവാൻ എനിക്ക് പ്രേരണയായി. ഇത് പഠിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ശുദ്ധ സംസ്കൃതമാണ്. പെട്ടെന്ന് വളരെ എളുപ്പമാണെന്ന് നമുക്ക് തോന്നുന്നു. കേട്ട് കഴിഞ്ഞാൽ അത്ര കാഠിന്യമുള്ള പദങ്ങളാണെന്ന് തോന്നുകയില്ല. എങ്കിലും വളരെ കഠിനമായ പദങ്ങൾ അതിനെ അന്വയിച്ച് പദച്ഛേദം ചെയ്താൽ മാത്രമേ ദേവി പ്രണാമ ദേവി അഷ്ടകം നമുക്ക് പഠിക്കാൻ സാധിക്കും. ഞാൻ 3 വർഷം കൊണ്ടാണ് ഈ 8 ശ്ലോകങ്ങളുടെ പഠനം പൂർത്തിയാക്കി. അപ്പൊ അത്രയ്ക്ക് അതിനുവേണ്ടി ഞാൻ പരിശ്രമം ചെയ്തിട്ടുണ്ട്. അത് ഈ കൃതിയുടെ പദാനുപത അർത്ഥം സ്വാമി കുഞ്ഞിനാരായണ പ്രസാദ് നൽകിയിട്ടുള്ളത് നമുക്ക്. അത് പക്ഷെങ്കിൽ കുഞ്ഞിനാരായണ പ്രസാദ് സ്വാമി ചെയ്തിരിക്കുന്നതിന്റെ ഒരു അർത്ഥം ഏകദേശ രൂപത്തിൽ പറഞ്ഞ് ശ്ലോകാർത്ഥം
സാമാന്യ രീതിയിലുള്ള ഒരു വാക്യാർത്ഥം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വ്യാഖ്യാനത്തിലേക്ക് സ്വാമി കടന്നിട്ടില്ല. അതുപോലെ തന്നെ വിശാഖശ്രീയും നില അത് തന്നെയാണ്. മുനിനാരായണ പ്രസാദ് സ്വാമി മാത്രമേ വിശാഖ ഷഷ്ടിയുടെയും പദാനുപത അർത്ഥങ്ങളെങ്കിലും നമുക്ക് വേണ്ടി ചെയ്തു. വ്യാഖ്യാനം വന്നിട്ടില്ല. ഈ രണ്ട് കൃതികളും വ്യാഖ്യാനിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാനൊരു മഹാഭാഗ്യമായി കരുതുകയാണ്. അപ്പൊ അത് ലോകമാണ് അംഗീകരിക്കേണ്ടതിന്റെ വ്യാഖ്യാനം ശരിയാണോ അതോ അത് അപര്യാപ്തമാണോ എന്നത്. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ് അവതരിപ്പിക്കുമ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയുവാൻ സാധിക്കും എന്നുകൂടി ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ കൂടുതൽ സമയം പാഴാക്കുവാനില്ല. ഞാൻ ഈ കൃതിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ആദ്യമേ പറഞ്ഞിട്ട് ഇത് ക്ലിഷ്ടമായ സംസ്കൃത പദങ്ങൾ പുറത്തിണക്കി രചിക്കപ്പെട്ട ഒരു കൃതിയാണ്. അതുകൊണ്ട് ആദ്യം ഞാനിത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന കാര്യമാണ് അവതരിപ്പിക്കുന്നത്. ഭൂതമാനസ പുരാണ പുരുഷ പുരന്ദരാതിപൂജിത സാധു സാധിക സരസ്വതി സകല സമ്പ്രദായ സമുദാഹൃത ശാരദ ശശാങ്ക ശേഖര ശിവ ശിവ ശിവമുദീയതാം നീല നീലത നിഭാ നിശാഗത നികാശവന്മല നിജാനന ലോല ലോചന ലലാമ ശോഭിത ലലാടലാലിത ലലാടിക ശാനിത ശകുല ശാരദ ചരണചാരി ശാശ്വത ശുഭാവത കാല കാല കമനീയ കാമുക കലാ കലാപകലിതാവത കുംഭി കുംഭകുജ കുംഭ കുങ്കുമ വിശുംഭി ശംഖു ശുഭ സംഭവ ജൃംഭി ജംഭരി കുജൃംഭലസ്തനി നിഷേവ്യമാന ചരണാംബുജ ബിംബ കുംഭി മുഖ ബാഹുലേയ ലസദംഗക വിധുര പങ്കക ദാംഭികാസുര നിശുംഭ ശുംഭ മധിനി തനോതു ശിവമംബിക ദാരിതാനി ഘനദാരിതാദമിത ദാരുനാഗ നിലയശ്ചടാ മാലമാല മരാമരാളമണി മത്തരാഗപരമാലിനി ശൂര ശൂരതിനു സൂനു സാരമല താരകാസുരരിപു പ്രസു രാജരാജരമണി തപാരമിത രാജിതാമലപദാവതാം ഹേലയാ സുദിത ഹാലയാ ഗുലിത കാലയാ മലിന ശ്രീലയ പ്രീലയ മലിത ഭാലയ വിമലമാലയ സമരവേലയ സ്ഥൂലയ ബഹുശിവാലയ കുശലമൂലയ ജലദകാലയ പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയ രാമയ വിമലവാമയ ശമിത കാമയ സുമിത സീമയ ഭൂമയാധികമരൂമയ ഘനകദംബയ വിദുരിതാമയ ഘോരയ സമരവീരയ കലിതഗീതയ സമരപാലയ പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയ ഹാരയ ജലദമീരയ ശമിതമാലയ തപവിദാലയ ഭൂമയാധികവികാലയ
ശഹിത ചോരയ സകല സാരയ വീരയാച ശിവധാരയ മുലിക ഗീതയാ നമിത ശൂരയ പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയ സാശയ വിധുതവാശയ വിധൃതവാശയ സജനീശയ ശോഷയാനവദവാശയ കുജവിഘോഷയ വിനുതമേശയ ശ്രേണയ സുമഖനാശയ കൃതഹരാശയ ദമിതനാശയ ഖേലയാദൃതസുഘോഷയ വിവിമോചയേ വിമതനാശയ. ഇതാണ് ഗുരുകൃതമായ ദേവി പ്രണാമ ദേവി അഷ്ടകം. ഇതിന്റെ ആത്മമായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. കൂടുതലൊക്കെ വിശദീകരിക്കുന്ന കാര്യമില്ല, കൃതിയിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പൂതമാനസപുരാണ പൂരുഷ പുരന്ദരാദി പുരുപൂജിത സാധു സാധിത സരസ്വതി സകല സമ്പ്രദായ സമുദാകൃത ശാരദ ശശാങ്ക ശേഖര ശിവ ശിവ ശിവമുദീയതാം. ഇത് വളരെ സംഗീതാത്മകമായി നാട്യത്തിലൂടെ എന്റേതായ രീതിയിലാണ് എഴുതിയത്. നല്ലൊരു സംഗീതം ഇതിനെ ആലപിക്കുമ്പോൾ നമുക്ക് അറിയാതെ ഒരു മാനസിക സൗഖ്യം ഇതിന്റെ ശ്രവണത്തോട് സംസിദ്ധമായിരിക്കും. അതുകൂടാതെ ഈ കൃതി നമ്മൾ ദിവസേന ആലപിച്ച തെറ്റുകൂടാതെ ആലപിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്വാസകോശ സംബന്ധമായ പല രോഗങ്ങളിൽ നിന്നുള്ള മുക്തി, അതോടൊപ്പം തന്നെ സ്വരശുദ്ധി, കണ്ഠശുദ്ധി, ഇതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പരമശ്രേഷ്ഠമായി നേടിയെടുക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കേണ്ടതായ ഗുണം എന്ന് പറയുന്നത് സ്വരശുദ്ധിയാണ്. അതായത് അക്ഷരം സ്ഫുടതയോടുകൂടി ഉച്ചരിക്കാനുള്ള കഴിവ്. അത് നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാതെ തനിയെ വന്നു ചേർന്നു. അതാണ് തിരുക്കുറളിലെ പറയുന്ന അകര മുതല എഴുത്തെല്ലാം ആദി പകവൻ മുതലേ ഉലവു എന്ന്. അതായത് മലയാളത്തിൽ തന്നെ പറയാം, അകാരത്തിൽ നിന്ന് തുടങ്ങുന്ന എഴുത്തുകൾ ആദി ഭഗവാനിൽ നിന്ന് ഉലകു. ഈ ഉലകം എന്ന് പറയുന്നത് അകരം അകാരം മുതലായ എഴുത്തുകളിൽ നിന്നുമാണ് ഈ ലോകത്തിന്റെ സകലതും തുടങ്ങുന്നത് എന്ന് ഗ്രഹിക്കുന്നതും അതിൽ തന്നെയാണ്. അപ്പൊ അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ ഏതെല്ലാം സ്തോത്രകൃതികൾ രചിച്ചിട്ടുണ്ടോ ആ സ്തോത്രകൃതികളിലെല്ലാം ഒരു ഏകവും അഖണ്ഡവുമായ പരം പൊരുളിനെയാണ് ആ ദേവതാഭാവത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ദേവീ സ്തോത്രങ്ങൾ രചിച്ചപ്പോൾ ദേവിയെ ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളായി തന്നെ സാക്ഷാത്കരിച്ചു. ആ സാക്ഷാത്കാരാനുഭവത്തിന്റെ വാങ്മയ രൂപങ്ങളാണ് ഗുരു കൃതികളിലൂടെ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ കൃതി വായിക്കും, അതിന്റെ അർത്ഥം നമ്മൾ ശരിക്കും ഉൾക്കൊള്ളുകയാണെങ്കിൽ ഗുരു ദർശിച്ച അതേ സാക്ഷാത്കാര ബോധം, ആ ഒരു ദേവി ദൃശ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ ആ തരത്തിൽ വേണം നമ്മളിതിനെ പഠിപ്പിക്കുകയും ചെയ്യാൻ. അപ്പൊ ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് പാദഭക്തജന പാലനാധികപരായണ ഭവഭയാവഹ എന്ന ആദ്യത്തെ അതൊരു സംബോധനയാണ്. പാദഭക്തജന പാലനാധിക പരായണ എന്ന് പറഞ്ഞാൽ പാദഭക്തരായ ജനങ്ങളെ പരിപാലിക്കുന്നതിൽ അത്യധികം ശ്രദ്ധാലുവായവളെ എന്നാണ്. പരായണം അല്ലെ പരായണ എന്ന് പറഞ്ഞാൽ അത്യധികം
അവരെ കാത്തു രക്ഷിക്കുന്നത്. ഇനി പാദഭക്തരാരാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സാധാരണ പാദസേവ ചെയ്യുന്നവരെ പാദഭക്തം എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. ഭക്തിക്ക് പല 9 ഭാവതലങ്ങൾ. ഈ ഭക്തിയുടെ 9 ഭാവതലങ്ങൾ എന്ന് പറയുന്നത് ശ്രവണ ഭക്തിയുണ്ട്, കീർത്തന ഭക്തിയുണ്ട്, സേവന ഭക്തിയുണ്ട്, സ്മരണ ഭക്തിയുണ്ട്, അർച്ചന ഭക്തിയുണ്ട്, വന്ദന ഭക്തിയുണ്ട്, ദാസ്യഭക്തിയുണ്ട്, സഖാഭക്തിയുണ്ട്, ആത്മനിവേദന ഭക്തിയുണ്ട്. അപ്പൊ ഇങ്ങനെ 9 തരത്തിലാണ് ഭക്തി. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനമാല എന്ന് പറയുന്ന കൃതിയിലെ ഭക്തി ദർശനം എന്ന് പറയുന്ന കൃതി ആ ഒരു ഖണ്ഡമാണ്. അതൊരു വലിയ കൃതിയാണ്. 100 ശ്ലോകങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കൃതിയാണ് ദർശനമാല. ആ ദർശനമാലയിലെ ഭക്തി ദർശനത്തിലെ 10 ശ്ലോകങ്ങളിലായി എന്താണ് യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവസരത്തില് ദർശനമാലയുടെ പഠനം നടക്കുന്ന സമയത്ത് കൂടുതൽ വിശദീകരിക്കാം. അതേപോലെ ഇതിൽ നിന്ന് നമ്മൾ വിചാരിച്ചു. അപ്പൊ ഭക്തിക്ക് 9 ഭാവതലങ്ങളുണ്ട്. അതുകൂടാതെ ഭക്തിക്ക് 4 ഭേദങ്ങൾ കൂടിയുണ്ട്. അതിനെ സാത്വിക ഭക്തി, രാജസ ഭക്തി, താമസ ഭക്തി, ഗുണാതീത ഭക്തി എന്നിങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭക്തിയുടെ 9 ഭാവങ്ങളും ഭക്തി ചതുഷ്ടയം എന്നാണ് ഈ ഭക്തിയുടെ 4 ഭാവങ്ങളെ പറയാം. 4 കുറിച്ചാണ്. 4ആയി പിരിഞ്ഞു നിൽക്കുന്നതായി നമുക്ക് തോന്നുമെങ്കിലും അതങ്ങനെ പിരിഞ്ഞല്ല നിലകൊള്ളുന്നത്. അതൊരു ചതുഷ്ടയ ഭാവത്തിലാണ്. ചതുഷ്ടയം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് പോലും ശുദ്ധ സാത്വികനായി ജീവിക്കാൻ സാധ്യമല്ല. അങ്ങനെയാണ് നമ്മുടെ ക്രിയേഷൻ, നമ്മുടെ സൃഷ്ടി അങ്ങനെയാണ്. ശുദ്ധ സാത്വികത ആർക്കുമില്ല. ഈ സാത്വിക ഗുണം ഏറി നിൽക്കുകയും അതിൽ നിന്നും രാജസം, താമസം എന്നീ 2 ഗുണങ്ങൾ കുറഞ്ഞു നിൽക്കുകയില്ല. അവിടെ ശരിക്കുമുള്ള ഈ ശുദ്ധ സാത്വികം ഒരിക്കലുമില്ല. പക്ഷെ സാത്വികരായിട്ടുള്ള ആളുകൾ അവര് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഗുണം സാത്വിക ഗുണമായിരുന്നു. തൊട്ടടുത്ത് രാജസ ഗുണം ഉണ്ടായിരിക്കും, താമസ ഗുണം അവർ തീരെ കുറവായിരിക്കും. അവരെയാണ് നമുക്ക് സാത്വികന്മാരെന്ന് പറയുന്നത്. ഇനി രാജസ ഗുണം എന്ന് പറയുന്നത് രാജസഭക്തി ഉള്ളവർക്ക് രാജസ ഗുണം ഉള്ളത്. അവര് താമസ ഗുണം താഴെ നിൽക്കും, മധ്യഭാഗത്തായി സാത്വിക ഗുണം. താമസ ഭക്തിയുള്ളവർക്ക് താമസ ഗുണമായിരിക്കും ഉള്ളത്. അതൊക്കെയാണ് ഈ ബലിയറുത്ത് നിവേദിക്കുക എന്നൊക്കെയുള്ള രീതിയിലുള്ള ഈ ക്രൂരമായ കർമ്മങ്ങൾ. ഈ അശ്വമേധ യാഗമൊക്കെ പണ്ട് രാജാക്കന്മാരൊക്കെ നടത്തി. ഈ അശ്വമേധ യാഗം എന്ന് പറയുന്നത് എന്താണ് എന്ന് ബൃഹദാരണ്യ ഉപനിഷത്തിൽ വളരെ വിശദീകരിക്കും. ആ ബൃഹദാരണ്യ ഉപനിഷത്തിൽ തുടങ്ങുന്നത് തന്നെ ഒരു മേധത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ഒരു അശ്വത്തെ വിവരിച്ചുകൊണ്ടാണ്. ആ അശ്വത്തെ ശരിയായിട്ടും ബൃഹദാരണ്യ ഉപനിഷത്ത് ഒരു കുതിരയായിട്ടല്ല നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെ മേധിക്കുന്ന അശ്വം അല്ലെ കുതിര എന്ന് പറയുന്നത് ശക്തിയുടെ പ്രതീകമാണ്. അപ്പൊ നമ്മളിലെ ഞാൻ ഭാവത്തിലൂടെ നമ്മളിലെ കായിക അഭിമാനം, അതായത് ഇപ്പോ രാജസഗുണത്തിന്റെ ഒരു ദോഷം അതാണ്. രാജസം എന്ന് പറയുമ്പോൾ ഭരണം, അധികാരം ഇതൊക്കെ നിലനിർത്തണമെങ്കിൽ അവിടെ അധികാരത്തിന് വേണ്ടിയിട്ട് ഈ തങ്കാര്യ പ്രാപ്തിയും അതുപോലെ തങ്കാര്യ പ്രശംസയും ഒക്കെ ആവശ്യമായി വരും. പക്ഷെ അത് യഥാർത്ഥ ജീവിതത്തിൽ സാത്വിക മണ്ഡലത്തിൽ അതിന് പ്രസക്തിയില്ല. ഈ അശ്വമേധം എന്ന് പറയുന്ന പുരാതന കാലത്തെ രാജാക്കന്മാര് സാമ്രാജ്യത്വ പദവി നേടിയെടുക്കാൻ വേണ്ടി ഒരു കുതിരയെ അഴിച്ചുവിടുകയും അതിനെ പിന്തുടരാനായി ചില കുതിരന്മാരെ ഏർപ്പെടുത്തുകയും ആ കുതിരയെ ആരെങ്കിലും പിടിച്ചു കിട്ടിയാൽ അവരെ തോൽപ്പിച്ചതിന് ശേഷം ഈ കുതിര തിരിച്ചു വരുമ്പോൾ അതിനെ ഹോമിച്ച് ഒരു കർമ്മം നടത്തി. അതിനെയാണ് അശ്വം. അതോടൊപ്പം തന്നെ വലിയ സദ്യയും സർവാണിയും ദാനങ്ങളും. ദാനം എന്ന് പറയുന്നത് വെറും അന്നദാനം മാത്രമല്ല, ദ്രവ്യദാനം, ഭൂദാനം, വസ്ത്രദാനം, ഇങ്ങനെ ഒരുപാട് ദാനങ്ങൾ ചെയ്യണം. അങ്ങനെ അത് നടത്തുന്ന ആള് പിന്നെ യാതൊന്നും സ്വന്തമാക്കാൻ പാടില്ല എന്നാണ്. അശ്വമേധം, വിശ്വജിത്ത് തുടങ്ങിയ യാഗങ്ങൾ നടത്തുന്ന രാജാവ് സർവ്വതും ഉപേക്ഷിച്ച് പോകണമെന്നാണ്. എന്ന് വെച്ചാൽ സമ്പർക്ക പരിത്യാഗത്തിന്റെ പ്രതീകമായ ഒരു കർമ്മമാണ് ഈ അശ്വമേധ യാഗം, വിശ്വജിത്ത് യാഗം എന്നൊക്കെ പറയുന്നത്. അതിലേക്ക് തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ ആളുകൾ ഇപ്പൊ ഈ ഹൈന്ദവ പുനഃശാക്തീകരണം എന്നുള്ളതിലേക്ക് യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ
അറിയാതെ അർത്ഥമറിയാതെ കൊത്തവീച്ചിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു ആധ്യാത്മിക നവോത്ഥാനത്തിന് വേണ്ടി സ്വന്തം ആയുസ്സും വകുസ്സും മാറ്റിവെച്ച് അതിലേക്ക് ഇറങ്ങി വന്നത്. ശരിക്കും ജ്ഞാനതപസ്സിലൂടെ ഗുരു സമാധിപദത്തിൽ എത്തിയ ആളാണ്. യാതൊന്നും ഗുരുവിന് നേടാൻ ആവശ്യമില്ലാത്ത ഒരു സ്ഥാനത്ത് എത്തിയതിനു ശേഷമാണ് ലോകരെ ഉദ്ധരിക്കുവാൻ വേണ്ടി ശ്രീനാരായണ ഗുരു ഇറങ്ങി വന്നത്. ജാതിഭേദവും മതദ്വേഷവും കൊണ്ട് ചാതുർണ്യാധിഷ്ഠിത രാഷ്ട്രീയ വ്യവസ്ഥയിൽ അമർന്നു കഴിഞ്ഞിരുന്ന ഒരു വലിയ ജനവിഭാഗത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഗുരു വീണ്ടും, അതായത് സമാധിസ്ഥനായി ഈ ലോകത്തു നിന്നും തിരിച്ച് ബ്രഹ്മത്തിലേക്ക് വിജയിക്കുവാനുള്ള ആ പദവി വരെ എത്തിയ ഗുരു ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കർമ്മം ചെയ്ത് നമ്മളെ ഉദ്ധരിച്ച കാരുണ്യശാലിയാണ് മഹാഗുരു. ആ ഗുരുവിന്റെ വാക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞു വന്നത് പാദഭക്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഈ പാദഭക്തി എന്ന് പറയുമ്പോൾ നമ്മളെ ഏതെങ്കിലും ഒരു ദൈവത്തെ ഈശ്വരഭാവം നൽകി ആരാധിക്കുമ്പോൾ അത് ദേവിയായാലും ദേവനായാലും നമ്മൾ ആ ദേവനെ ലക്ഷ്മി ദേവിയായാലും സുബ്രഹ്മണ്യനെ ആയാലും അതുപോലെ ഓരോ ദേവനെയൊക്കെ ചിത്രകാരന്മാര് താമരപ്പൂവിൽ പദമൂടി നിൽക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കാം. അപ്പൊ ഈ ഗണപതിയെ നമ്മുടെ സംസ്കൃതത്തിൽ പൊതുനിരീക്ഷിച്ചാൽ ഗണപതി ഇരിക്കുന്നത് താമര പീഠത്തിലാണ്. ഈ താമരയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. താമര എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ പ്രതീകമാണ്. ഹൃദയപുഷ്പമാണ് താമര. ഹൃദയം അറിവിന്റെ ഇരിപ്പിടമായിട്ടാണ് കവികൾ ഭാവന ചെയ്തത്. പുരാണ ഇതിഹാസങ്ങളിൽ വേദോപനിഷത്തുകളിലുമൊക്കെ ഹൃദയത്തിന്റെ ആ ഒരു ഫംഗ്ഷനെ കുറിച്ച് പറയുമ്പോൾ അത് അറിവിന്റെ ഇരിപ്പിടം എന്നുള്ള നിലയിലാണ് പഠിപ്പിക്കുന്നത്. ശാസ്ത്രം പറയുമ്പോൾ അതല്ല, നമ്മുടെ രക്തചക്രമണത്തിന്റെ ഒരു പിവട്ടൽ സെന്ററാണ് ഹൃദയം എന്ന് പറയും. അത് നമ്മുടെ ശരീരത്തിലെ രക്തചക്രമണം നടക്കണമെങ്കിൽ ആ ഹൃദയാക്ഷത്തിൽ ചെന്നിട്ട് വേണം സർവ്വനാടികേരങ്ങളിലേക്കും ഈ രക്തം ഓടുവാൻ. അപ്പൊ അത് ശാസ്ത്രീയമായ ഭൗതിക മണ്ഡലത്തിലുള്ള അറിവാണ്. എന്നാൽ ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഈ ഹൃദയത്തിന്റെ ഉള്ളിലാണ്, അതിനെ അനാഹത ചക്രം എന്നാണ് യോഗ ഭാഷയിൽ പറയുക. അപ്പൊ അവിടെ ആ അനാഹത ചക്രത്തിന് കീഴോട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഒരു താമരയുടെ രൂപമാണെന്നാണ് സങ്കല്പം. അപ്പൊ ആ താമരയാണ് യഥാർത്ഥത്തില് നമ്മൾ ഈ ദേവന്മാരെയും ദേവിമാരെയും പ്രതിഷ്ഠിച്ചിരുത്തുന്ന താമരയായി മനസ്സിലാക്കണം. എന്നാലും നമ്മുടെ ഹൃദയത്തിൽ സങ്കല്പിക്കപ്പെടുന്ന രൂപമാണത്. അല്ലാതെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഗണപതി എന്ന് പറഞ്ഞാൽ നരഗജനാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിൽ ആ തലയ്ക്ക് മീതിലുള്ള ഭാഗം മാത്രം ആനയുടേതാണ്. ആനയുടെ തല മനുഷ്യന്റെ ശരീരം. അതൊരു വിചിത്ര രൂപമാണ്. പലരും വിദേശീയരൊക്കെ ആദ്യകാലങ്ങളിൽ ഗണപതി സങ്കല്പത്തെ കുറിച്ച് വളരെ ആക്ഷേപകരമായി വിമർശനങ്ങൾ നടത്തി. എന്നാൽ അതിനുശേഷം അവർ തന്നെ ഭാരതീയ ആധ്യാത്മികതയുടെ അന്തരാളങ്ങളിലേക്ക് ഇടങ്ങിച്ചെന്ന് ഗവേഷണാത്മകമായ പഠനങ്ങൾ നടത്തി അവരെ തെറ്റിദ്ധാരണ തിരുത്തി. ഇവിടെ ഗണപതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗണപതി നരനും ഗജനും സമന്വയിക്കുന്ന, ഗജൻ ആന എന്ന് പറയുന്നത് ശക്തിയുടെ പ്രതീകമാണ്. കരജീവികളിൽ ഏറ്റവും ശക്തിമാനായ മൃഗമാണ് ആന. ആ ആനയുടെ തലയും ബുദ്ധി കൊണ്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മനുഷ്യന്റെ ശരീരവും അത് ഒരു വലിയ പ്രതീക അർത്ഥം വരുന്ന ഒരു സിംബോളിക് കൽപ്പനയെ, അതായത് ഒരു ഭാവന, ഒരു പ്രതീക കാവ്യ ബിംബമാണ്. ഗണപതിയുടെ രണ്ട് കൊമ്പുകളിൽ ഒരു കൊമ്പ് കുറഞ്ഞതാണ്. അതിനെക്കുറിച്ച് പല കഥകളുണ്ട്. പരശുരാമൻ വേണ്ടി കളഞ്ഞതാണെന്ന് പറയുന്നുണ്ട്, സുബ്രഹ്മണ്യൻ വിഴുതുകൂലിയതാണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഓരോരോ അർത്ഥതലങ്ങൾ വെച്ചുകൊണ്ട് അതിനെ ഒരു പ്രതീകാത്മകമായിട്ട്
അതിന് പറയുന്നത് നമ്മള് ഒരു കാര്യം പറയാൻ വേണ്ടി മറ്റൊരു കാര്യം അവതരിപ്പിക്കുക. അതിന് പറയുന്ന പേര് സിംബോളിസം എന്നാണ്. മലയാളത്തിലേക്ക് അതായത് നമ്മളെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു, പക്ഷെ പറയുന്നത് നേരെ പറയല്ല, അതിനൊരു ദൃഷ്ടാന്തം പറയും. ദൃഷ്ടാന്തീകരിക്കുക എന്നാണ് പറയുക. അതാണ് സിംബോളൈസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു ദൃഷ്ടാന്ത കഥ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്ത രൂപത്തിലുള്ള ഒരു കാര്യം സമർത്ഥിച്ചിട്ട് മറ്റൊരു കാര്യത്തെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന മൂഢ സന്ദേശം നൽകുന്ന കഥകളെയാണ് ദൃഷ്ടാന്ത കഥകൾ എന്ന് പറയുന്നത്. ഈ പുരാണ കഥകൾ മൊത്തം അതാണ്. അതായത് ഇപ്പൊ നമ്മുടെ ഈ ദേവി പ്രമാണ ദേവി അഷ്ടകത്തിന്റെ തുടർന്നുള്ള വരികൾ വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. ശുഭ നിശുഭന്മാരുടെയും അതുപോലെ തന്നെ താരകാസുരന്റെയും ഒക്കെ കഥകളിലൂടെ പരാമർശിക്കുന്നു. അപ്പൊ അതൊക്കെയും ശരിക്കും നടന്ന സംഭവങ്ങളല്ല, അത് ദൃഷ്ടാന്തീകരിക്കുകയാണ് അങ്ങനെ കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മള് ഈ പറയുന്ന സർവവിധ യജ്ഞയാഗാദികളെയും ഒക്കെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഭക്തിയുടെ ഭാവങ്ങൾ പറഞ്ഞു. അപ്പൊ പാദഭക്തന്മാര് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉപാസനാ ദേവതയെ സ്വന്തം ഹൃദയത്തിൽ, ഹൃദയപുഷ്പത്തിൽ, ഹൃദയമാകുന്ന താമരയിൽ പ്രതിഷ്ഠിച്ചിരുത്തി ഉപാസിക്കുന്നവരെയാണ് പാദഭക്തന്മാർ എന്ന് പറയുന്നത്. അപ്പൊ അവര് ശരിക്കും ഉപാസിക്കുന്നത് ഒരു അന്ധഭക്തിയോടെയല്ല. അവരുടെ ഹൃദയത്തിനുള്ളിലാണ് ആ ദേവസങ്കല്പമുള്ളത്. ആ ദേവസങ്കല്പത്തെ അവർ എഴുതിരിച്ചു പറയും. ഗണപതിയെ ഉപാസിക്കുന്ന ഗണേശ ഭക്തൻ പറയും, ഞാൻ ഉപാസിക്കുന്ന ഗണപതിയുടെ ആന തലയിലെ ഒടിഞ്ഞ കൊമ്പ് വ്യക്തി അഭിമാനത്തിന്റെ വികാസ സൂചകമാണ്. അതായത് ഞാൻ ഭാവം, അതാണല്ലോ കൊമ്പ്. ഗണപതിയുടെ കൊമ്പ് വേറെ പ്രത്യേകത, എല്ലാ മൃഗങ്ങളുടെയും കൊമ്പ് ഉച്ചിയിലാണ്. പക്ഷെ ഗണപതിയുടെ കൊമ്പ് ഉച്ചിയിലല്ല, കടവായിൽ. ഈ കടവായിക്ക് പ്രത്യേകത എന്ന് പറയാൻ നമ്മുടെ വായിൽ 32 വരികളാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു വലിയ കോട്ടയാണ് വായ. ആ കോട്ടയ്ക്കകത്തെ പ്രധാന അവയവം എന്ന് പറയുന്നത് നമ്മുടെ നാക്കാണ്. ആ നാക്കിലൂടെയാണ് നമ്മുടെ നാദബ്രഹ്മം ഒഴുകി വരുന്നത്. ഇപ്പൊ ഞാനിവിടെ നിന്നുകൊണ്ട് ഈ വർത്തമാനം പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അതിന്റെ നാദബ്രഹ്മാത്മകത സംവേദനാത്മകമായതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതെന്റെ കഴിവല്ല, എന്റെ നാവിലൂടെ വരുന്ന ആ വാങ്മയങ്ങളുടെ ശക്തി സ്വരൂപതയാണ്. അതിനെയാണ് നമ്മള് നാദബ്രഹ്മം എന്ന് പറയുന്നത്. ആ നാദബ്രഹ്മാനുഭൂതി ഉണർത്തുന്ന തരത്തിൽ അത് രൂപപ്പെടുന്നത് ഏതൊരു ശബ്ദവും എങ്ങനെ വരുന്നു എന്ന് നമ്മൾ യോഗ ആത്മകമായി ചിന്തിച്ചു നോക്കിയാൽ, ഏതെങ്കിലും ഒരു ശബ്ദം നമുക്ക് ഉച്ചരിക്കണമെങ്കിൽ നമ്മൾ ഉച്ചരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമായി നമ്മുടെ അടിവയറ്റിന്റെ താഴെ മൂലാധാര ചക്രത്തിൽ നിന്നും ഒരു സ്പന്ദനം മേലോട്ട് വരുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കുക. യോഗ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉണ്ടാവില്ല, യോഗാഭ്യസിക്കുന്നവർ. അപ്പൊ യോഗാഭ്യാസം നടത്തുന്ന നമ്മൾ പ്രാണായാമം നടത്തുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. നമ്മുടെ മൂലാധാര ചക്രം എന്ന് പറയുന്ന നട്ടലിന്റെ കീഴറ്റത്തുള്ള ഒരു മർമ്മസ്ഥാനം. ആ ചക്രത്തിൽ നിന്നുമാണ് നമ്മുടെ ശബ്ദത്തിന്റെ ഉൽപ്പത്തി. അതവിടെ പരാമർശിക്കുന്ന പല ഭാവങ്ങളുണ്ട്. അത് അവിടെ നിശബ്ദമാണ്. കുണ്ടലിനി ഉറങ്ങിക്കിടക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ആ ശബ്ദം ഇങ്ങനെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അത് മുകളിലേക്ക് കയറി വന്ന് അതിന് മുകളിലുള്ള സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹൃത ചക്രം, അതിന് മുകളിലാണ് ആജ്ഞാചക്രം, വിശുദ്ധി ചക്രം. വിശുദ്ധി ചക്രത്തിന് ശേഷം തിരുനെറ്റിയുള്ള ആജ്ഞാചക്രം, പിന്നെ മുകളില് സഹസ്രാരരത്നം. അതാണ് നമ്മുടെ സുഷുമ്ന ശീർഷം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും സുഷുമ്ന ശീർഷത്തിന്റെ നാദ പ്രവാഹത്തിന്റെ സ്പന്ദനം അത് ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ ശബ്ദം അർത്ഥവത്തായിത്തീരുന്നത്. അതിന് നമ്മുടെ ഒരു വാക്ക് ഉച്ചരിക്കണം. ആ എന്ന ഉച്ചാരണം അല്ലെങ്കിൽ കാ എന്ന ഒരു അക്ഷരം ഉച്ചരിക്കണമെങ്കിൽ പോലും അത് സംശുദ്ധമായ രീതിയിൽ മറ്റുള്ളവർക്ക് ഗ്രഹിക്കത്തക്ക രീതിയിൽ സംവേദനാത്മക ഭാവത്തോടുകൂടി ഉച്ചരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നാദബ്രഹ്മാനുഭൂതി ജനിപ്പിക്കുകയാണ് നമ്മുടെ ഉച്ചാരണം സാധിക്കുന്നത്. അത് നമുക്ക് നൽകുന്നത് നമ്മളുടെ ആ നാദ
ഈ 1-ാം ശ്ലോകത്തിലൂടെ ഗുരു പറഞ്ഞിരിക്കുന്നത് ഇതാണ്: പാദഭക്തന്മാരായ ജനങ്ങളെ പരിപാലിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവും സംസാര ദുഃഖങ്ങളെയെല്ലാം കവർന്നെടുക്കുന്നവളും ഭൂതമാനസയും പുരാണ പുരുഷന്മാരായ ത്രിമൂർത്തികളാൽ പൂജിക്കപ്പെടുന്നവളും സാധുവും സാധിതവുമായ രസാനുഭവങ്ങളുടെ എല്ലാം സ്വരൂപതയോടുകൂടി വിരാജിക്കുന്നവളും സകല ഉപാസനാ സമുദായങ്ങളിലൂടെയും സാക്ഷാത്കരിക്കപ്പെടാവുന്നവളും തെളിവാർന്ന ശരത്കാലചന്ദ്രനെ ശിരസിൽ അലങ്കാരമാക്കിയിട്ടുള്ള ശിവന്റെ പത്നിയും ശിവാംബികയുമായ ദേവി മംഗളം ഉദിപ്പിക്കുമാറാകട്ടെ എന്നാണ്. പാദഭക്തജനപാലനാധികപരായണ ഭവഭയാവഹ ഭൂതമാനസ പുരാണ പുരുഷ ഗന്ധരാദി ഗുരുഭൂതിക സാധു സാധിക സരസ്വതി സകല സമ്പ്രദായ സമുദാകൃത ശാരദ ശശാങ്ക ശേഖര ശിവ 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 ഓരോന്നും ശ്രദ്ധയോട് പഠിക്കണം. പാദഭക്തന്മാരുടെ പരിപാലനത്തിൽ അതീവ ശ്രദ്ധയോടുകൂടി വിരാജിക്കുന്നവളായ അല്ലയോ ദേവി, ഭൂതമാനസ പുരാണ പുരുഷ പുരന്തരാദി ഗുരു പൂജിത എന്ന് പറയാൻ പുരാണ പുരുഷന്മാരായ പുരന്തരാദികൾ പുരുപൂജിത എന്ന് പറയാൻ അധികമായി പൂജ നൽകുന്നവർ എന്ന് പറയാൻ വളരെയധികം ഭക്തി ഭാവത്തോടുകൂടി പൂജിക്കുന്നവർ. പുരന്തരൻ എന്ന് പറഞ്ഞാൽ സാധാരണ വിഷ്ണുവിലേക്ക് നോക്കിയാൽ ഇന്ദ്രൻ, ദേവേന്ദ്രൻ എന്ന ഇതാണ് ഇന്ദ്രനും വിഷ്ണുവുമൊക്കെ ഏതാണ്ട് ഒരേ സ്റ്റാറ്റസിൽ വരുന്നവരാണ്. ഋഗ്വേദ കാലത്തൊക്കെ വിഷ്ണുവിനല്ലായിരുന്നു പ്രാധാന്യം, ഇന്ദ്രനായിരുന്നു. അതിനുശേഷമാണ് ഇന്ദ്രന്റെ പ്രാധാന്യം അല്ല വിഷ്ണുവിന് പ്രാധാന്യം കിട്ടിയത്. അത് ദശാവതാര കഥകളുടെയൊക്കെ ആ ഒരു പ്രചാരത്തോടു കൂടിയാണ് വിഷ്ണു മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് അതിനെല്ലാം പുറമെ അർവാചീന സംസ്കാരം നിലനിരുന്ന കാലത്ത് ശിവനായിരുന്നു പുരന്തരൻ. പുരം ധരൻ, പുരം എന്നതിന് ശരീരമെന്നും അർത്ഥമുണ്ട്, പുരമെന്നും അർത്ഥം. പുരം ഈ നഗരൻ. ധരൻ എന്ന് പറഞ്ഞാൽ കീറി മുറിച്ചവൻ, പുരത്തെ കീറി മുറിച്ചവൻ. അത് ത്രിപുരദഹന കഥയിലെ ശിവനാണ് പ്രാചീനനായ പുരന്തരൻ. പിന്നെ ദിതിയുടെ ഗർഭം കീറി മുറിച്ച് അങ്ങനെ ഒരു കഥ ഉണ്ട്. അതൊരു ദൃഷ്ടാന്ത കഥയാണ്. അതായത് ഈ ദൈത്യന്മാരും അസുരന്മാരും അങ്ങനെ പല ദാനവന്മാരും ഒക്കെ ഉണ്ടായ കൂട്ടത്തിൽ എങ്ങനെയാണ് ഈ ഭേദമുണ്ടായത് എന്നതിനെ കുറിച്ച് കഥകൾ, പുരാണ കഥകൾ പറയും. അപ്പൊ ആ പുരാണ കഥകളിൽ പറയുന്നത് അതിഥിയുടെ മക്കളാണ് ദേവന്മാർ. ഇവരുടെ കശ്യപ പ്രജാപതിയുടെ മക്കളാണ് ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങളും എന്ന രീതിയിലാണ് ആ കഥ പറഞ്ഞിരുന്നത്. അതൊക്കെ നമ്മുടെ ഈ പുരാണ കഥകളിലൊക്കെ ഇപ്പൊ ഇവരുടെ ഉൽപ്പത്തി ക്രിസ്തു മതത്തിനും അതിനൊക്കെ കുറെ സെമറ്റിക് മതങ്ങളാണ്. ആ സെമറ്റിക് മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മതസ്ഥാപകനുണ്ടായിരുന്നു. ആ സ്ഥാപകനാൽ സ്ഥാപിക്കപ്പെട്ട മതങ്ങളും ആ മതസ്ഥാപകൻ ഉപദേശിച്ച വചനങ്ങൾ അനുസരിച്ച് അണുവിടെ അതിൽ നിന്നും വ്യതിചലിക്കാതെ ജീവിതം നയിക്കുന്ന സംഘടിതവും വ്യവസ്ഥാപിതവുമായ മതങ്ങൾ എന്നാണ് സെമറ്റിക് മതങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും ക്രിസ്തു മതവും അതുപോലെ ഇസ്ലാം മതവും ഒക്കെയാണ് ഈ സെമറ്റിക് മതത്തിന്റെ എല്ലാ വിശേഷതകളുള്ള മതങ്ങൾ. ഹിന്ദുമതം അങ്ങനെ ഒരു മതമല്ല. അത് ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ നമ്മുടെ സി വി കുഞ്ഞിരാമനും നടത്തിയൊരു ദീർഘമായ സംഭാഷണമാണ്. അത് ഈ ശ്രീനാരായണ ഗുരുദേവൻ ക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് വളരെ ദീർഘനേരം ഈ വക വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പതിവുണ്ടായി. അക്കൂട്ടത്തിൽ ഒരിക്കൽ സി വി കുഞ്ഞിരാമൻ ശ്രീനാരായണ ഗുരുദേവനുമായി ഈ മതത്തെ കുറിച്ചുള്ള ഒരു ദീർഘമായ സംഭാഷണം നടത്തിയപ്പോൾ ഗുരു പറയാണ്, ഗുരു ചോദിച്ചാണ് ഹിന്ദുമതം എന്നൊരു മതമുണ്ടോ? ഒരിക്കലില്ല. ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതം ആരാണ് ഇത് സ്ഥാപിച്ചത്? ഹിന്ദു എന്നുള്ള വാക്കുപോലും ഭാരതീയമല്ല. ഹിന്ദു എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ എന്നാണ് പേർഷ്യക്കാര്, അതായത് പഴയ കാലത്തൂടെ അറേബ്യൻ ആ ഒരു അധിനിവേശം നടന്ന കാലത്താണ്
ഹിന്ദു മതവും ഹിന്ദു എന്ന പദവും ഒക്കെ ഇവിടെ കടന്നു വരുന്നു. അപ്പൊ അത് എങ്ങനെയാണ് കടന്നു വന്നതെന്ന് ചോദിച്ചാൽ, ഈ അറബികളുടെ അക്ഷരമാലയിൽ സ എന്നൊരു അക്ഷരമില്ല. അവര് ഹായാണ് അതിന് വരെ ഉപയോഗിക്കുന്നത്. സിന്ധുസ്ഥാൻ, സിന്ധു എന്ന നാട്, അത് അവർക്ക് സിന്ധുസ്ഥാൻ എന്ന് പറയാനില്ല. അവര് ഹിന്ദുസ്ഥാനില്ല, ആ ഹായുടെ ചേർത്താണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അങ്ങനെ അത് ലോപിച്ചിട്ട് വന്നതാണ് നമ്മുടെ ഈ ഹിന്ദു എന്ന പദവും. അതുമായി ചേർത്ത് ഇന്ന് മൗലിക മതവാദികൾ നമുക്ക് ഹിന്ദുത്വത്തിലേക്കുള്ള ഈ ആഹ്വാനങ്ങൾ പറയുമ്പോൾ പ്രയോഗിക്കുന്ന സനാതനം എന്ന് പറയുന്ന വാക്ക് ഗുരു പറയുന്നത് സർവമതങ്ങളെയും ചേർത്ത് സനാതനമായ ഏകമതം എന്നൊരു പദം ആയിക്കൂടെ എന്ന് ശ്രീ കുഞ്ഞനോട് ചോദിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ. അന്ന് ഈ സനാതനം എന്ന് പറയുന്ന പദം ഇന്ന് വ്യഭിചരിക്കപ്പെട്ടതുപോലെ വ്യഭിചരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പദത്തായിട്ട് തോന്നിയ പോലെ അവര് അർത്ഥം കൽപ്പിക്കുകയാണ്. സനാതനം എന്ന് പറയുന്ന വാക്ക് നിത്യവും അമേയവും അനശ്വരവും ആയിട്ടുള്ള എന്താണോ ഉള്ളത് അതാണ് സനാതനം. അല്ലാതെ ഇപ്പോ ഈ പറയുന്ന ഹൈന്ദവ തീവ്രവാദികൾ പറയുന്ന സനാതനമല്ല യഥാർത്ഥത്തിലുള്ള സനാതനം. ഇപ്പൊ സനാതനം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് പുച്ഛത്തൊന്നുമില്ലാണ്. കാരണം അതിനെ അത്രയ്ക്ക് നികൃഷ്ടമാക്കിയാണ് അവർ അതിനെ അർത്ഥകൽപ്പന ചെയ്ത് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അതല്ല സനാതനം. സനാതനം പറയാൻ ഒരിക്കലും അഴിവില്ലാത്ത, തേയ്മാനമില്ലാത്ത, നിത്യവും ശുദ്ധവും മുക്തവുമായ എന്താണോ ഉള്ളത് അതാണ് സനാതനം. അപ്പൊ ആ അർത്ഥത്തിലാണ് നമ്മളെ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് ഇവിടെ ഭൂതമാനസ എന്ന് ആ ഒരു വിശേഷം നമ്മുടെ ദേവിയെ പറഞ്ഞിരിക്കുന്നത്. ഭൂതമാനസ, ഭൂതം എന്ന് പറഞ്ഞാൽ ശുദ്ധമെന്നാണ്. ഭൂതമാനസം എന്ന് പറഞ്ഞാൽ ശുദ്ധ ജ്ഞാന സ്വരൂപിണി എന്നാണ്. ശുദ്ധമായ അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയവൾ എന്നാണ് വാക്കിന്റെ അർത്ഥം. ഭൂതമാനസ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സരസ്വതി ഭാവത്തിൽ, സരസ്വതി ഭാവം എന്ന് പറയുന്ന വിദ്യാദേവതയാണ്. ആ സരസ്വതി എന്ന് ഗുരുവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞ ഏത് ഭാഗമാണ്? സാധു സാധിത സരസ്വതി സകല സമ്പ്രദായ സദാഹൃതാണ്. സാധു സാധിത സരസ്വതി, സരസ്വതി എന്ന് പറഞ്ഞാൽ ജലമാണ്. അപ്പൊ എന്താണ് യാതൊന്നാണോ രസരൂപത്തിലേക്ക് മാറ്റിയെടുത്ത് നമുക്ക് സാംശീകരിക്കാൻ സാധിക്കുന്നത് അതാണ് സരസ്വതി. രസം എന്ന് പറഞ്ഞാൽ നവരസം എന്നറിയാമല്ലോ. ഈ നവരസങ്ങളിൽ നമ്മുടെ അറിവിന്റെ എല്ലാ തലങ്ങളും അവിടെ സമന്വയിക്കുന്നു. അപ്പൊ അറിവിന്റെ ഏത് രസഭാവത്തെ എടുത്താലും ആ രസഭാവത്തിൽ നമ്മളിലേക്ക് സമന്വയിക്കപ്പെടുന്ന അല്ലെങ്കിൽ സാക്ഷാത്കരിക്കപ്പെടുന്ന തത്വമയി ആരാണോ അതാണ് ദേവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ശാരദ ശശാങ്കശേഖര ശിവ ശിവ ശിവമുടിയത. ഇത് ശാദം എന്ന് പറഞ്ഞ ചാണയം, ശാരദം എന്ന് പറഞ്ഞ ശരത്കാല ചന്ദ്രനാണ്. ചാണയ്ക്ക് വെച്ച് മിനുക്കിയ ശരത്കാല ചന്ദ്രൻ ഒന്ന് ആലോചിച്ച് നോക്കിയ. സാധാരണ ശരത്കാല ചന്ദ്രൻ എന്ന് പറയാൻ വളരെ തെളിമയുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ശരത്കാല ചന്ദ്രനെ ഒന്ന് ചാണയ്ക്ക് വെച്ച് മിനുക്കിയെടുത്ത അവസ്ഥ എന്താണ്? തെളിമയാവുന്ന ശരത്കാല ചന്ദ്രനെ അർത്ഥവും ചാണയ്ക്ക് വെച്ച് മിനുക്കിയെടുത്താണത് ആലങ്കാരികമായി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ശരത്കാല ചന്ദ്രനെ ശശാങ്കശേഖര ശിവ, ശശാങ്കൻ എന്നുകൂടിയാണ് ആ ശരത്കാല ചന്ദ്രനെ വിശേഷിപ്പിക്കുന്നത്. ശശത്തിന്റെ അടയാളത്തോട് ശശം അങ്കിതമായ ചന്ദ്രൻ. ശശം എന്ന് പറഞ്ഞാൽ മുയലെന്നാണ്. ചന്ദ്രൻ നമ്മൾ ശരിക്കും തെളിമയാവുന്ന ഒരു രാത്രിയിൽ ചന്ദ്രബിംബത്തെ നോക്കിയാൽ അതിൽ മുയൽ അടയാളമാണ് കറുത്ത കളങ്കം. ആ കളങ്കത്തെയാണ് ശശാങ്കം എന്നുള്ള ആ അംഗത്തോടു കൂടിയതാണ് ചന്ദ്രന് ശശാങ്കൻ എന്ന പര്യായം സൂചിച്ചത്. അപ്പൊ തെളിമയാർന്ന ചന്ദ്രനെ ശിരസിൽ ചൂടിയ ശിവൻ ആണ് ശശാങ്കൻ. ശാദശാരദ ശശാങ്കശേഖരൻ ആ സമസ്ത പദമാണ്. അപ്പൊ അവിടെ ശാദം, ശാരദം, ശശാങ്കം, ശേഖരൻ
ഇത്രയും പദങ്ങൾ, 4 പദങ്ങളെ ഒന്നിച്ചു പറയാം. അതാണ് സമസ്തപദമായത്. ശാരദ എന്ന് പറഞ്ഞ അർത്ഥം ശാരത്തെ പ്രദാനം ചെയ്യുന്നതാണ് ശാരദ. ശാരൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി പ്രഭാവം. അപ്പൊ ബുദ്ധിയെ പ്രഭാവം ചെയ്യുന്നതാണ് വിദ്യ നൽകുന്നത്. അതാണ് നമ്മൾ വിദ്യാദേവിയായി സരസ്വതിയെ ഉപാസിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശാന്തശാരദശാന്തശേഖര ശിവ എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കര ചൂടിയ ശിവന്റെ പത്നിയായിട്ടുള്ളവളെ എന്നാണ്. അത്രയുള്ള കാര്യം. ശിവ, അവിടെ ആ ശിവ എന്ന് പറയുമ്പോ ശിവാംബിക എന്നാണ്. ശിവൻ, ഈ ശിവാംബിക എന്ന് പറയുമ്പോ ശിവതത്വവും ആ ശിവപ്രഭാവവും എല്ലാം അതേപടി വിചാരിക്കുന്ന ആ ദേവീഭാവമാണ് ശിവാംബിക ഭാവം. അപ്പൊ സൃഷ്ടിമുഖ സംഹാരാത്മകമായ ദേവീഭാവത്തെയാണ് ശിവാംബിക എന്ന് പറയുന്നത്. ശിവനെന്ന് തന്നെയാണ് സൃഷ്ടിമുഖ സംഹാരമാണ് ശിവന്റെ ധർമ്മം. എന്ന് പറഞ്ഞാൽ ശിവൻ എന്ത് സംഹരിച്ചാലും അതൊരു പുതിയ സൃഷ്ടിക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ശിവനെ മംഗളകാരി എന്ന് പറയുന്നത്. ശിവം എന്ന് പറയുന്നത് വാക്കിന്റെ അർത്ഥം തന്നെ മംഗളം എന്നാണ്. ശിവത്തെ പ്രദാനം ചെയ്യുന്നത് ആരാണോ അവനാണ് ശിവൻ. ശിവന്റെ പ്രധാന ധർമ്മം സംഹാരവുമാണ്. സംഹാരമൂർത്തിയായിട്ടാണല്ലോ ശിവനെ വിശേഷിപ്പിക്കുന്നത്. സംഹാരം, ശിവസംഹാരം മുഴുവൻ ഇവിടെ സൃഷ്ടിമുഖമാണ്. വേണമെങ്കിൽ നിസ്സാരമായിട്ട് ഉദാഹരണത്തിന് പറയാം. കോഴിമുട്ട നമ്മൾ അടവച്ച് വിരിപ്പിക്കുമല്ലോ. കോഴിയുടെ അടവച്ച് അല്ലെങ്കിൽ ഇപ്പം വിരിപ്പിക്കുന്ന യന്ത്രമുണ്ട്. അതിൽ കോഴിമുട്ട വിരിയിച്ചെടുക്കുമ്പോൾ ആ മുട്ട പൊട്ടി കോഴിക്കുഞ്ഞ് പുറത്ത് വരുമ്പോൾ ആ മുട്ട എല്ലാം നശിച്ചു പോയി, അല്ലെങ്കിൽ മുട്ട മരിച്ചു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അത് പ്രതീതി മാത്രമാണ്, അങ്ങനെ സംഭവിക്കുന്നില്ല. ഈ മുട്ടയ്ക്കകത്തുള്ള ഭ്രൂണം അതാ മുട്ടയ്ക്ക് അകത്തുള്ള വസ്തുക്കൾ, അതായത് മഞ്ഞക്കരുവും വെള്ളക്കരുവും ഒക്കെ ആയി വേർതിരിച്ചിരിക്കുന്ന ആ പ്രോട്ടീനെ മൊത്തം ആഹരിച്ച് ആ ഭ്രൂണം സ്വയമേവ ഒരു കോഴിക്കുഞ്ഞിന്റെ രൂപത്തിലേക്ക് രൂപാന്തരപ്പെട്ടു വരികയാണ്. അപ്പൊ മുട്ടയുടെ മരിച്ചിട്ടില്ല, മുട്ടയായിരുന്നത് കോഴിക്കുഞ്ഞായി മാറി. അതൊരു വലിയ തത്വമാണ്. നമുക്ക് ഈ ലോകത്തിന്റെ ഒന്നിനെയും നശിപ്പിക്കാൻ സാധ്യമല്ല. അതുപോലെ പുതുതായി ഒന്നിനെയും നിർമ്മിക്കാനും സാധ്യമല്ല. സൃഷ്ടി എന്ന പദം ഗുരു അത് ദർശനമാലയിൽ വളരെ വ്യക്തമായി സൃഷ്ടി എന്ന പദത്തിന്റെ പ്രയോഗം വരുന്നിടത്തെല്ലാം ഗുരു സർജനം എന്നാണ് പറയുന്നത്. സസർജ്യ സർവം പരമേശ്വര എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ടാണ് ആ കൃതി തുടങ്ങുന്നത് തന്നെ. സർജനം ചെയ്യുക എന്നാണ്. സർജനം എന്ന് പറഞ്ഞാൽ സർഗ സൃഷ്ടിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളൊരു വീട് പറഞ്ഞു, അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളൊരു വീട് സൃഷ്ടിച്ചു. പക്ഷെ നമ്മുടെ വീട് സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്. അതിന് പകരമാണ് ഇംഗ്ലീഷുകാരെ വ്യതിരിക്തമായ കൺസ്ട്രക്ഷൻ എന്നൊരു പദം കണ്ടുപിടിച്ചിരിക്കുന്നു. നമ്മുടെ മൊത്തത്തിൽ സൃഷ്ടിക്കുകയല്ല, ഒരു വീട് സൃഷ്ടിച്ചു എന്നല്ല, വീട് പണിതു എന്ന് പറയാൻ പറ്റും. അതാണ് ശരി. കാരണം ഇവിടെയുള്ള പാറക്കല്ലുകൾ പൊട്ടിച്ച് തറ കെട്ടി, അതുപോലെ മരങ്ങൾ വെട്ടിപ്പൊളിച്ച് അകത്ത് ഉരുപ്പടികൾ ഉണ്ടാക്കി, അത് വെച്ച് കട്ടളയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, അതുപോലെ സിമെന്റ് അതും ഇവിടെയുള്ള പാറ പൊട്ടിച്ച് അതുമായി മറ്റ് സാധനങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ്. ഇരുമ്പ് കമ്പി എന്ന് പറയുമ്പോൾ അത് ഇരുമ്പയിൽ പൊടിച്ചെടുത്ത് ശുദ്ധീകരിച്ചുണ്ടാക്കുന്നതാണ്. അപ്പൊ ഇവിടെ പ്രകൃതിദത്തമായി ഉണ്ടായിരുന്ന വസ്തുക്കളെ തന്നെ നമ്മൾ രൂപാന്തരപ്പെടുത്തി വീടെന്ന് പറയുന്ന ഒരു രൂപകൽപ്പന ചെയ്ത് അത് നമ്മൾ നിർമ്മിച്ചെടുക്കുകയാണ്. അതിനെ സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ല. നമ്മളവിടെ പുതുതായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, അവിടെ ഒരു ഫോം മാത്രമാണ് ഉണ്ടാക്കിയത്. അപ്പൊ അത്തരത്തിലാണ് നമ്മൾ സൃഷ്ടികളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സൃഷ്ടി പോലെ തന്നെയാണ്. അതായത് എപ്രകാരമാണോ ഒരു കോഴിമുട്ടയിൽ നിന്ന് ഒരു കോഴിക്കുഞ്ഞ് രൂപാന്തരം പ്രാപിച്ച് മുട്ടയ്ക്ക് യാതൊരു നാശവും സംഭവിക്കാതെ ആ മുട്ടയുടെ പ്രത്യക്ഷത്തിലുള്ള അതിന്റെ ആ രൂപഭാവങ്ങൾക്കെല്ലാം നാശമുണ്ടായി എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് അതിനേക്കാളും വ്യത്യസ്തമായ പുതിയൊരു രൂപത്തിലും ഭാവത്തിലും കോഴിക്കുഞ്ഞിന്റെ രൂപത്തിലേക്ക് അത് മാറി വരികയാണ്. അപ്പൊ അതാണ് ശിവന്റെയും സംഹാര കർമ്മങ്ങളിലെല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ മംഗളാത്മക കർമ്മം എന്ന് പറയുന്നത്, ശിവസംഹാരത്തെ. കാരണം കോഴിമുട്ട നശിച്ചു പോയാൽ ഒരു മുട്ട മാത്രമാണ് പോകുന്നത്. പക്ഷെ അതൊരു കോഴി കുഞ്ഞായി രൂപാന്തരപ്പെട്ട് വരുമ്പോൾ അത് ധാരാളം മുട്ടയിടാൻ, അതുപോലെ ധാരാളം കോഴിക്കുഞ്ഞുങ്ങളെ പിന്നീട്
സൃഷ്ടിക്കുവാൻ അല്ലെങ്കിൽ ജനിപ്പിക്കുവാനും പര്യാപ്തമായ ഒരു ഭാവരൂപത്തിലേക്ക് സ്വയം രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് ഉള്ള വിരാജിക്കുന്ന ശിവന്റെ സംഹാരാത്മകമായ ശക്തി പ്രഭാവത്തെ എല്ലാം ഒട്ടും ചോരാതെ അതേ പ്രഭാവത്തോടുകൂടി തന്നെ ഉൾക്കൊണ്ട് വിരാജിക്കുന്ന ദേവീ ഭാവമാണ് ഈ ശ്ലോകത്തിലെ ശിവ, ശിവാംബിക എന്നീ പ്രയോഗങ്ങളിലൂടെ ഗുരു നടത്തി. അങ്ങനെയുള്ള ഇവിടെയുള്ള ദേവിയെ ശിവാംബിക ഭാവത്തിലാണ് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കിയത്. അങ്ങനെയുള്ള ദേവിയെ എന്താ പറയാ, ഭയങ്ങളെല്ലാം അപഖണ്ഡനം ചെയ്യുന്നവരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപഖണ്ഡനം ചെയ്യുക എന്ന് പറയുന്നതാണ് ഇല്ലാതാക്കി തീർക്കാനാണ്. അപ്പം സകല ഭയങ്ങൾക്ക് കാരണം എന്താണ്? അറിവില്ലായ്മ, പാപം, പുണ്യം. ഇതിലൂടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ദൈവകോപം ഉണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അശുഭകരമായ ഫലങ്ങൾ ഉളവാക്കുന്ന കർമ്മങ്ങളെയാണ് പാപകർമ്മങ്ങൾ എന്ന് പറയുക. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ഫലം അശുഭമാണെങ്കിൽ അത് പാപമെന്നും ആ കർമ്മത്തിന്റെ ഫലം ശുഭമാണെങ്കിൽ അതിനെ പുണ്യമെന്ന് പറയും. പക്ഷെ ഈ പുണ്യവും പാപവും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. ഈ പുണ്യപാപങ്ങൾ എന്ന് പറയുന്നത് അത് ആപേക്ഷികമാണ്. അത് ഒരു സ്ഥലത്ത് പുണ്യമായി തോന്നുന്നത് മറ്റൊരു സ്ഥലത്ത് പാപമാണ്. ഈ തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ പുരുഷന്മാര് സ്വന്തം സഹോദരിമാരുടെ മക്കളെ കല്യാണം ചെയ്യും. അതായത് അക്കാവൊന്ന് എന്ന് പറയുന്നത് ആ സിനിമയെ കാണുന്ന നമുക്കറിയാമല്ലോ. അപ്പൊ അത് യഥാർത്ഥത്തിൽ നമുക്ക് വലിയ പാപമാണ്, കൊടുപാപമാണ്. സ്വന്തം സഹോദരിയുടെ മകളെ അമ്മാവൻ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാപകർമ്മമാണ്. പക്ഷേ അതൊരു ആചാരമാക്കിയിട്ടുള്ള തമിഴ്നാട്ടുകാരെ ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പുണ്യകർമ്മമാണ്. അപ്പൊ ഇതുപോലെയാണ് സകല പാപങ്ങളും പുണ്യങ്ങളും ആപേക്ഷികമാണ്. ഒരു ജനവിഭാഗത്തിന്റെ സംസ്കാരവും അവരുടെ അനുഷ്ഠാനവും അവരുടെ വിശ്വാസവും അവരുടെ പാരമ്പര്യവുമാണ് ഏതൊരു കർമ്മത്തെയും പുണ്യകർമ്മമാണോ പാപകർമ്മമാണോ എന്ന് നിശ്ചയിക്കുന്നതിന് അടിസ്ഥാന മാനദണ്ഡമായി ഉപയോഗിക്കും. ഇപ്പൊ ഈ ഒരു ശ്ലോകത്തെ കുറിച്ച് ഏതാണ്ട് ഒരു ആശയം പിടികിട്ടി കാണുന്ന ഞാൻ വിചാരിക്കണം. എളുപ്പമാണ്, വലിയ കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. നീല നീലത നിഭാനിശാകര നികാശവന്മല നിജാനന. അപ്പൊ ഇതേപോലെ നമ്മൾ ജ്ഞാനിക്കുന്നതോടെ ഭക്തിയോടുകൂടി സാധാരണമായി ചെറുത്തി നോക്കണം. അത് അവയോടെ ഒരു ശാന്തി മനസ്സിന് വരും. ലോലോചനലാമശോഭിതലാളിതലാളിത ശാരിത ശകുല ശാരദ ചരണചാരി ശാശ്വത കാല കാല കമനീയ കാമുക കലാ കലാവലിതാവദാ. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. ഇവിടെ നീല നീലത നിഭ എന്ന് പറയുന്നത് നീല നീലത്. നീലത് എന്ന് പറയാൻ മേഘമാണ്, കാർമേഘം. അപ്പൊ അതിന്റെ ആ കറുപ്പ് നീല കറുപ്പുള്ള കാർമേഘം. ആ നീലക്കറുപ്പുള്ള കാർമേഘത്തിന്റെ പ്രത്യേകത വളരെ ശക്തമായി പെയ്തു ഒഴിയാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന മേഘത്തിന്റെ ഭാവസ്വരൂപമാണ് ഈ നീലത് നീലമേഘം എന്ന് പറയും. ഈ പെയ്തൊഴിയുടെ പ്രത്യേകത എന്താണ്? ഭൂമിയിലെ സകല വാഴിന്റെയും ആധാരം ജലമാണ്. ആ ജലം വർഷിക്കുന്ന മേഘം, അതാണ് നീലത. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ നമ്മള് നീലത നീല നീലത നിഭ നിശാകര നികാശ നിർമ്മല നിജാനന എന്ന് പറയുന്നത് ഒരു സംസ്കൃതം പറയുകയാണെങ്കിൽ പ്രത്യേക ഇടവരി അർത്ഥം പറയാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ്. നിഭ എന്ന വാക്കിനർത്ഥം സദൃശമായ എന്നാണ്. നീലമേഘത്തിൽ സദൃശ്യവും നിശാകര നികാശ. നികാശ എന്ന് പറഞ്ഞാൽ നിഭ എന്ന് പറയാൻ പറയാം, അത് സമാനൻ. നിശാകരൻ എന്നുള്ള വാക്കിന് നിശയെ ഉണ്ടാക്കുന്നവരെന്നും പിന്നെ നിശ ആകാരം കൂടുവാനെന്ന് അർത്ഥം. അതിൽ രണ്ട് ഇതാണ് ഈ സംസ്കൃത പദങ്ങൾക്കെല്ലാം ഉള്ള ഒരു പ്രത്യേക ആശയം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ അന്വയിച്ച് അർത്ഥം പറയാം.
അപ്പൊ അതുകൊണ്ടാണ് പല സംസ്കൃത മന്ത്രങ്ങളെയും വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് ബുദ്ധിരാക്ഷസന്മാർ അവർക്ക് അനുകൂലമാക്കിയിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞു പോയാൽ നമ്മുടെ ഈ കൃതി തീരത്തില്ല, അതൊന്നും ഞാൻ അതിൽ പറയുന്നില്ല. നിർമ്മല നിജാനന എന്ന് പറഞ്ഞാൽ വളരെ പരിശുദ്ധവും നിജം സ്വന്തം എന്നാണ്. ഇവ ഈ ബ്രഹ്മഭാവം എന്ന് പറയുന്നത് ബ്രഹ്മത്താണ്, ജ്ഞാനസ്വരൂപമാണ് ബ്രഹ്മ, അതെയാണ് നിജസ്വരൂപം പറയുന്നത്. ഇത് ദേവി എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപിണിയാണ്. അങ്ങനെ ജ്ഞാനസ്വരൂപിണിയായ നിജ ആനന, ആനനം എന്ന് പറഞ്ഞാൽ മുഖം. ആ മുഖം എന്ന് പറയുന്നത് ഇവിടെ വെറും നമ്മുടെ കാണുന്ന വദനം അല്ലെങ്കിൽ നമ്മുടെ ഫേസ് അല്ല, ആ ദേവിയുടെ സ്വത്വസ്വരൂപം. ലോലലോചന ലലാമശോഭിത ലലാടലാലിത ലലാടിക എന്നാണ്. ഈ നാട്ടിലെ ഇങ്ങനെ കിടന്ന പുളഞ്ഞൻ, അത് ശുദ്ധ സ്വര സ്ഫുടത ഉണ്ടാകുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നാവ് സംബന്ധമായ അസുഖങ്ങളൊന്നും ഉണ്ടാകുകയും നല്ല വ്യായാമമാണ്. ഇതുപോലൊരു വ്യായാമം നാട്ടിൽ കൊടുക്കാനില്ല. അതായത് നമ്മൾ ഈ യോഗാഭ്യാസം ചെയ്യുമ്പോൾ തന്നെ ഇതേപോലുള്ള ശ്ലോകങ്ങൾ ചൊല്ലിയാൽ നാവിന് ഇത്രയും ശക്തമായ ഫലപ്രദമായ ഒരു വ്യായാമം. അവിടെ ഇതൊക്കെ നമ്മൾ ചുറ്റിപ്പടിക്കണം. ലോലലോചനം എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഈ ദേവീഭാവത്തിൽ തന്നെ ആധ്യാത്മിക ഭാവവുമുണ്ട്, ലൗകിക ഭാവവും. കാളിനാടകത്തിൽ ദേവിയുടെ ലൗകിക ഭാവങ്ങളെ വളരെ വിസ്തരിച്ച് ഗുരു പറഞ്ഞു. ദേവിയുടെ നാടകമാണ് ഈ ലോകം, കാളി നാടകം. കാളി എന്ന് പറയാൻ കാരണം നമുക്ക് കറുത്തതാണെന്നോ, എന്താണ് കറുപ്പിന്റെ പ്രത്യേകത? വെളിപ്പെടാതെ മറിഞ്ഞിരിക്കുന്ന സത്യമാണ് ഈ കറുപ്പ് എന്ന് പറയുന്നത്. ഇരുട്ട്, അതാണത് കറുപ്പ്. അത് നമുക്ക് വെളിപ്പെടാതെ നിൽക്കണം. അതിലൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷെ അത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ദേവിയുടെ കാളിഭാവം. നമ്മൾക്ക് പ്രകടമാകാതെ രഹസ്യമായി പറഞ്ഞിരിക്കുന്ന ദേവി പ്രഭാവത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സംഗ്രഹം എന്ന തരത്തിൽ കാളിഭാവത്തെ മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയുള്ള ദേവിയുടെ കണ്ണ് കാളിഭാവത്തിൽ പ്രപഞ്ച നാടകമാടുമ്പോൾ എപ്പോഴും അടച്ചു തുറന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഇവ വെട്ടിക്കൊണ്ടിരിക്കും. അത് ചഞ്ചലമാണ്, ലോകനാടകമാണ്. പിന്നെ ലോലലോചന, ലോലലോചന എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണുകളോട് കൂടിയവൾ. ലലാമശോഭിത ലലാടകാലിത ലലാടിക. അപ്പൊ അവിടെ ലലാമം എന്ന് പറഞ്ഞാൽ നെറ്റിക്കുറിയാണ്. ലലാടിക അല്ലെ ലലാടം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടമാണ്. ലലാടം നെറ്റിത്തടം. ലലാമം എന്ന് പറയാൻ നെറ്റിക്കുറി, നമ്മൾ നെറ്റിയുടെ നടുക്കുന്ന കുറിയാണ് ലലാമം. പിന്നെ ലലാടിക എന്ന് പറയാൻ നെറ്റിപ്പൊന്നാണ്. ഈ പെൺകുട്ടികളെ കല്യാണ സമയത്ത് കാണിക്കുമ്പോൾ അവർക്ക് നെറ്റി പൊന്നുകളുണ്ട്. അപ്പൊ നെറ്റി പൊന്ന്, നെറ്റി കുറി, ഇതെല്ലാം ഉണ്ട് ദേവീഭാവം. അത് ഈ പ്രപഞ്ച നാടകത്തിൽ അത് അനിവാര്യമായ ഒരു വേഷഭൂഷിതയാണ്. നെറ്റി എന്ന് പറയുന്ന നെറുകയിലാണല്ലോ നെറ്റിപ്പെട്ടിടുന്നത്. ഈ നെറുകയ്ക്ക് കല്യാണം കഴിക്കുന്ന സമയത്ത് മംഗല്യ കുറി നെറ്റി കണിയിക്കും, മംഗല്യ സൂത്രം കഴുത്തു കണിയിക്കും വരൻ വധുവിന്. അപ്പൊ ആ മംഗല്യ സൂത്രം എന്ന് പറയുന്നത് എന്താണ്? അത് ആലിലയുടെ രൂപത്തിലുള്ള ഒരു പതക്കമാണ്, സ്വർണ്ണത്തിൽ തീർത്തതാണ്. സ്വർണം എന്ന് പറയുമ്പോൾ ദ്രവ്യമൂല്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ലോകമാണ്. അതിന്റെ ആ ആലില രൂപത്തിലുള്ള ഈ താലി, അതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. എല്ലാവരും ഏകദേശം താലി ആ രീതിയിലാണ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു വിഭാഗമാണ് തമിഴ്നാട്ടിലേക്കുള്ള കരത്തിയടിക്കുന്ന ഒരു സാധനമുണ്ട്. അല്ലാതെ താലി എന്ന് പറയുമ്പോൾ ഏകദേശം ആലിലയുടെ രൂപത്തിലാണ്. ആലില ഹൃദയത്തിന്റെ പ്രതീകമാണ്. താമരയോടൊപ്പം തന്നെ ആലിലയ്ക്ക് അവിടെ ഈ ലവ് സിംബൽ കൂടിയാണ് ആലില. അത് ഇപ്പൊ പാശ്ചാത്യ കൽപ്പനയാണ് ലവ് സിംബൽ ആയിട്ട് ഉപയോഗിക്കാം. ലവ് സിംബൽ എന്ന് പറയുന്നത് ഈ പരസ്പര പ്രണയത്തിന്റെ ആ ഒരു ചിഹ്നമാണ് താലി. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആത്മബന്ധുത്വമായിരിക്കണം, അത് ആത്മപ്രണയമായിരിക്കും. അതിനാണ് ഈ താലി കെട്ടുന്നത്. അത് ചരടിലാണ് ബന്ധിക്കുന്നത്. ആ ചരട് ചെല്ലുമ്പോൾ തന്നെ മംഗല്യംഗുനാനേന എന്ന് പറഞ്ഞാണ് ഒരു മന്ത്രം ചൊല്ലിയ സാധാരണ ആൾക്കാരെ കല്യാണം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ, ആയുഷ്കാലം മുഴുവൻ ധർമ്മ
പരിപാലനാർത്ഥം എന്റെ ധർമ്മപത്നിയായി ഞാനിതാ ഈ സദസ്സിനെയും ഈ അഗ്നിയെയും അവിടെ വിളക്കൊടുത്ത് വെച്ചിരിക്കും. അപ്പൊ അവിടെ ഇതിനെ സാക്ഷി നിർത്തി ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വരൻ വധുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത്. ഇതൊന്നും നമ്മുടെ ആളുകളൊന്നും ഈ ശരിക്കും എന്തുമായിട്ട് പറയുന്നത് ഈ ക്ലാസ്സുകൾ കൊടുക്കില്ലേ, ഈ അങ്ങനത്തെ ഒരു പ്രത്യേക പേരുള്ള നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ. ആ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ കൊടുക്കാറുണ്ട്. പല സഹായങ്ങൾ അധികം ഉണ്ട്, സമ്പ്രദായമായിട്ടുണ്ട്. ചില പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ക്ലാസ്സൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എന്താണ് കല്യാണം? കല്യാണം എന്തിനു വേണ്ടിയാണ്? അപ്പൊ കല്യാണം നടത്തുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ താലി കെട്ടുന്നത്? എന്തിനാണ് മംഗല്യക്കുഴി അണിയിക്കുന്നത്? മംഗല്യക്കുഴി എന്ന് പറയാൻ ദീർഘസുമംഗലി ഭവ എന്ന് പറഞ്ഞിട്ടാണ് പുരാതന കാലത്ത്. അത് നമ്മുടെ ചില പുരാതന ചിത്രങ്ങളൊക്കെ ഉണ്ടാറിയാം, സിനിമ കണ്ടറിയാം. ദീർഘസുമംഗലി ഭവ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തിരുനെറ്റിയിൽ കുങ്കുമക്കുഴി അണിയിക്കുന്നത്. അതാണ് മംഗല്യക്കുഴി. ആ മംഗല്യക്കുഴി എന്ന് പറയുന്നത്, മംഗല്യം എന്ന് പറഞ്ഞാൽ മംഗളകരമായ ജീവിതം എന്ന അർത്ഥമാണ്. കുങ്കുമം എന്ന് പറയുന്നത് ത്യാഗത്തിന്റെ പ്രതീകമാണ്. അത് കുങ്കുമം രക്തവർണ്ണമാണല്ലോ, ഒരു പ്രത്യേകത. അത് ത്യാഗത്തിന്റെ സിമ്പലാണ്. കല്യാണം കഴിക്കുന്നത് പോലും ആ ഒരു സമയം മുതൽ പിന്നീട് സർവത്യാഗമാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വന്തം ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് മാത്രം ജീവിക്കാൻ സാധിക്കാതിരിക്കുകയും ആ ഇഷ്ടനഷ്ടങ്ങളെ എല്ലാം, കഷ്ടനഷ്ടങ്ങളെ മുഴുവനും സൗഭാഗ്യമായി കണക്കാക്കുകയും ചെയ്തുകൊണ്ട് സ്വന്തം ജീവിതത്തെ കൂട്ടാളിയുമായി പങ്കിടാൻ തയ്യാറാകുന്ന മനസ്സിന്റെ ഉടമകളാണ് വിവാഹിതരായി തീരാൻ പോകുന്ന വധുവും വരനും. വരൻ സ്വന്തം ഇഷ്ടങ്ങളെയും സ്വന്തം പ്രതീക്ഷകളെയും സ്വന്തം അതുപോലെ സങ്കല്പങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും എല്ലാം സ്വന്തം ജീവിത പങ്കാളിക്ക് കൂടി ഷെയർ ചെയ്യുക. ഇനി നിന്റെ ഇഷ്ടമില്ലാത്തത് എന്റെയും ഇഷ്ടമല്ല, ഇനി നിനക്ക് വേണ്ടി, അതായത് നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് ഇനി എന്റെ സ്വന്തമായ സ്വാർത്ഥ സങ്കല്പങ്ങള്, നിനക്ക് ഇഷ്ടമില്ലാത്തത്, നിനക്ക് ഇഷ്ടമല്ലാതെ ഭവിക്കുന്നതായ എന്തെല്ലാം എന്റെ പ്രവൃത്തിയിലുള്ള അതിനെല്ലാം ഞാനിതാ വെടിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറി ചേർത്തത്. ആ കുറിക്ക് അർത്ഥമുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ സാധാരണ കല്യാണത്തിലൊക്കെ സ്വർണ്ണ ചരടിലാണ്, സ്വർണ്ണ മാലയിലാണ് ഈ താലി കൊളുത്തിയിടുന്നത്. പക്ഷെ പഴയകാലത്ത് അങ്ങനല്ല, താലി ചരടിൽ തന്നെയാണ് ഇടുന്നത്. ആ ചരടെന്ന് പറയുന്നത് വരന്റെ പ്രാണനെ വധുവിന്റെ പ്രാണനുമായി ബന്ധിക്കുന്ന പ്രതീക നൂലാണ് മംഗല്യ സൂത്രം. സൂത്രം എന്ന് പറഞ്ഞാൽ ചരടാണ്. അപ്പൊ ഇതൊക്കെ നമ്മള് ഈ ഭാരതീയമായ ഋഷീശ്വരന്മാർ നമുക്ക് വേണ്ടി ഉപദേശിച്ച കാര്യങ്ങൾ. ഇതൊക്കെ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരിൽ ഒരാളായ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഇതാരാ? നമ്മുടെ ശ്രീനാരായണ ധർമ്മം അറിയാമല്ലേ? ശ്രീനാരായണ ധർമ്മത്തിന്റെ രചയിതാവ് ഒരു സ്വാമിയുണ്ടെന്ന്. ഗുരു ശിഷ്യന്മാരുടെ ഏറ്റവും മുതിർന്ന ശിഷ്യനാണ് ഗുരുധർമ്മം എന്ന് പറയുന്ന കൃതി എഴുതിയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു എഴുതല്ല, ബോധാനന്ദ സ്വാമി അല്ല, അതുപോലെ വേറൊരു സ്വാമിയാണ്. അപ്പൊ ആ കൃതി ജീവിതത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് മനുസ്മൃതി, ശ്രീനാരായണ സ്മൃതി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ അതൊക്കെ വളരെ വ്യാപകമായിട്ട് ക്ലാസ്സുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. നമ്മുടെ മുക്താനന്ദി അതുപോലുള്ള സ്വാമിമാരൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ ശ്രീനാരായണ സ്മൃതി എന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ശരിക്കും ശ്രീനാരായണ ഗുരുവിന്റെ അംഗീകാരത്തോടു കൂടിയാണ് ആ പുസ്തകം ഫൈനലൈസ് ചെയ്തത്. അപ്പൊ എന്താ പറഞ്ഞാൽ ഗുരു സമ്മതിച്ചു നമ്മുടെ ധർമ്മം ഇതാണ് എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുട്ടികൾക്കും നമുക്കും വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ശരിയായ പഠന ക്ലാസ്സുകളിൽ കൂടെയും അതുപോലെ ബോധവൽക്കരണ ക്ലാസ്സുകളിൽ കൂടെയും ഒക്കെ നമ്മൾ പ്രചരിപ്പിക്കേണ്ടതാണ്. ഈ നെറ്റിക്കുറി എന്ന് പറയുമ്പോൾ അതും അർത്ഥം ശ്രീനാരായണ അല്ല, ഈ ശൈവ സങ്കല്പത്തില് ശിവന്റെ തിരുനെറ്റിയിൽ ഒരു ത്രിപുണ്ഡ്രക്കുറി. ത്രിപുണ്ഡ്രം എന്ന് പറഞ്ഞാൽ 3 സമാന്തര രേഖകൾ അസ്പം കൊണ്ടാണ്. അതിന്റെ നടുക്ക് ഒരു സിന്ദൂര ഇതും വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ സമാന്തരമായ ഈ ഭസ്മക്കുറി, അതിനെ ത്രിപുണ്ഡ്രക്കുറി എന്നാണ് പറയുക. ഭസ്മം നമ്മുടെ ഭൗതിക ശേഷിപ്പുകളുടെ അവസാനത്തിൽ
ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയമായ ശവസംസ്കാരം ശവദാഹമാണ്, കുഴിച്ചിടുന്ന രീതിയല്ല. അപ്പൊ ഈ ശവദാഹം നടത്തുന്നത് പ്രകൃതിക്കും അതുപോലെ മറ്റു ഒന്നിനും ഈ ശവവുമായി ബന്ധപ്പെട്ട ദൂഷ്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇതിനെ ദഹിപ്പിക്കുന്നത്. അതുപോലെ ചന്ദനം ടീക്കും അതുപോലെ മറ്റു സുഗന്ധദ്രവ്യങ്ങളൊക്കെ അതിന് ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ശരീര രോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഈ ശരീരം ദഹിപ്പിക്കുന്ന ഒരു മാംസത്തിന്റെ ഗന്ധം വരും, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് സുഗന്ധ ദ്രവ്യങ്ങളും ഒക്കെ പണക്കാര് ഉപയോഗിക്കുന്നത്. നമ്മുടെ സമയം അപ്പൊ അങ്ങനെയെല്ലാമുള്ള ദേവിയെ ഞാൻ ഭജിക്കുന്നു. അങ്ങനെയുള്ള ദേവി കാലകാല കമനീയ കാമുക കലാപകലിതാവതാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ശിവലീല, ശിവതാണ്ഡവം എന്ന് പറയുന്നതിന് സൃഷ്ടിമുഖ സംഹാര താണ്ഡവമാണ്. അപ്പൊ അത് രണ്ടു ഭാവത്തിലാണ്. സതീദേവി ദക്ഷയാഗത്തിൽ ആ യാഗഭൂമിയിൽ വെച്ച് യാഗാബ്ദിയിൽ ചാടി മരിക്കുന്ന ഒരു സമയം, ആ സമയത്താണ് ശിവൻ ശരിക്കുമുള്ള സംഹാര താണ്ഡവമായി. അതിനുശേഷം ശിവൻ അത് പ്രപഞ്ച ലീലാ നാടകമായി മാറി. ആ സമയത്ത് ദേവി ശിവനോടൊപ്പം ഉണ്ട്. അതാണ് അർദ്ധനാരീശ്വരി ഭാവത്തിൽ ശിവനും ശിവയും ചേർന്നാടുന്ന നാടകമാണ് ശൈവ സൃഷ്ടിമുഖമായ ലീല എന്ന് പറയുന്ന ശൈവ ലീല എന്ന് പറയുന്നത്. അപ്പൊ ആ ഭാവത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത ശ്ലോകം ഇത് ക്ലാസ്സിലൊക്കെ ഒരുപാട് സമയം കിട്ടില്ല. അതാണ് ഇതിനകത്ത് ഒരു 1-2 ശ്ലോകം മൊത്തത്തിൽ അല്ലെങ്കിൽ ഓടിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത മൂന്നാമത്തെ ഇതാണ് ഇതെല്ലാം വളരെ കണ്ടശുദ്ധി കിട്ടുന്ന, നാവിന് വ്യായാമം കിട്ടുന്ന പദപ്രയോഗങ്ങളാണ്. ഇതിന്റെ അർത്ഥം കുംഭി ആനയാണ്. കുംഭി കുംഭ എന്ന് പറയുന്ന ആനയുടെ ശിരസിലെ മുഴയാണ്, അറിയാമല്ലേ, മസ്തൻ. കുംഭി കുംഭ കുജകുംഭ എന്ന് പറയുന്നത് കുജം സ്ഥലമാണ്. അതായത് ദേവിയുടെ ഈ നിറസ്ഥലം. അത് ശരിക്കും അതിന്റെ അർത്ഥം ഈ ലോകത്തെ മൊത്തം അന്നം, ദേവിയുടെ അന്നഭൂമേശ്വരി ഭാവനയുടെ വർണ്ണിച്ചിരിക്കുന്നു. അപ്പൊ ആ ദേവിയുടെ സ്ഥലങ്ങളെ അത് കുംഭം പോലെയുള്ളതാണ്. അത് ഈ ലോകത്ത് മൊത്തം അന്നം ദാനം ചെയ്യുന്ന, അത് ലോകത്തെ അന്നമുട്ടി വളർത്തുന്ന അന്നഭൂമേശ്വരി ഭാവത്തിലുള്ള ദേവിയുടെ ഭാവത്തെയാണ് ഇവിടെ വാഴ്ത്തിയിരിക്കുന്നത്. പിന്നെ വിശേഷണ ശോഭിക്കുന്ന കുങ്കുമം അതാണ്. കുങ്കുമ വിശുദ്ധി എന്ന് പറഞ്ഞാൽ കുങ്കുമത്തിന്റെ വിശേഷ ശോഭയോട് കൂടിയാണ്. അപ്പൊ അത് ഈ നിറം എന്ന് പറയുന്നത് ഗണപതിയുടെ ചില പ്രത്യേക, ഗണപതിക്ക് 28 ഭാവങ്ങളുണ്ട്. അതിൽ ഒരു ഭാവം എന്ന് പറയുന്നത് ചുട്ടുപഴുത്ത അഗ്നി പോലെയാണ്. അതുപോലെ ശിവന്റെ ജട അത് ചെങ്കിടയാണ്. അപ്പൊ അത് ഒരേ സമയം ജ്ഞാനാഗ്നിയെയും അതോടൊപ്പം തന്നെ ത്യാഗ ഭാവത്തെയും യോജിപ്പിക്കും. ഇവിടെ കുങ്കുമത്തിന്റെ വിശുദ്ധ ശോഭ, ആ വിശുദ്ധ ശോഭ എന്ന് പറയുമ്പോൾ കുങ്കുമം ചുവന്ന നിറമാണ്. ആ കുങ്കുമ ശോഭ ജീവിത മൂല്യങ്ങളിൽ ഏറ്റവും സമുന്നതമായ ത്യാഗമൂല്യത്തിന്റെ പ്രതീകമാണ്. ഒപ്പം ജ്ഞാന സ്വരൂപ വർണ്ണം കൂടിയാണ് ഈ കുങ്കുമം. ജ്ഞാനമൂർത്തിയാണ്. അപ്പൊ ജ്ഞാനമൂർത്തി എന്ന് പറയുമ്പോൾ ജ്ഞാനാഗ്നി ജ്വലിച്ചു നിൽക്കുന്ന ആ ഭാവസ്വരൂപത്തോടു കൂടിയാണ്. ശംഭു ശുഭ സംഭവ എന്ന് പറഞ്ഞാൽ ശംഭുവിന് ശുഭം ഭവിപ്പിക്കുന്നതിന് വേണ്ടി സർവദാ
അർദ്ധനാരീശ്വരി ഭാവത്തിൽ ശിവനോടൊപ്പം ശംഭു എന്ന് പറഞ്ഞാൽ ശംഭവിപ്പിക്കുന്നത്. ശം എന്ന് പറഞ്ഞാൽ മംഗളം, അതാണ് ശംഭു. ശംഭു നമ്മുടെ സഹോദരിയുടെ ശിവൻ അതാണ്. എന്നിട്ട് ജൃംഭി നിക്ഷേപ്യമാണ് ചരണാപുര. ഈ ജൃംഭി എന്ന് പറയാൻ മുരി തീർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ മുരി തീർന്നെന്ന് പറയുന്നത് നേരെ നടുവ് തീർത്ത് നിൽക്കുന്നതിനാണ് മുരി തീർന്ന് നിൽക്കുക എന്ന് പറയുന്നത്. ജംഭരിപ്പു, ജംഭന്റെ ശബ്ദം. ജംഭൻ എന്ന് പറയുന്ന ഒരു അസുരനാണ്. ആ അസുരനെ പറ്റി പല പുരാണങ്ങളിൽ പരാമർശങ്ങളുണ്ട്. ജംഭൻ എന്ന് പറയുന്ന പിന്നെ ഒരസുരനായിട്ടും അസുരന്മാരുടെ ഒരു കൂട്ടമായിട്ട് പറയുന്നുണ്ട്. മഹാഭാരതത്തിൽ ഈ ജംഭ അസുരന്മാർ എന്ന് പറയുന്നത്. എന്നാൽ മറ്റേ പുരാണങ്ങളിൽ ജംഭൻ ഒരു അസുരനായി പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ദൃഷ്ടാന്ത കഥകളായി തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ജൃംഭലസ്തനി എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കം പോലെയുള്ള പേരി മുഴക്കമാണ്. ഇടി വെട്ടുമ്പോൾ നാം ഇടിനാഥം പോലെയുള്ള പേരി, ആ പേരിയാണ് ജൃംഭലസ്തനി എന്ന് പറയുന്നത്. നിക്ഷേപ്യമാണ്, നിഷ്ഠയോടുകൂടി ചെയ്യുന്ന. ചരണാമുല എന്ന് പറയാ പാദ പത്മങ്ങളോടുകൂടിയത്. ഡിംഭ കുംഭിമുഖ ബാഹുലേയ രസതംഗക. ഡിംഭ എന്ന് പറഞ്ഞാൽ ഡിംഭൻ ശിശു അല്ലെ ബാലൻ എന്നാണ്. കുംഭിമുഖൻ എന്ന് പറയാൻ അറിയാമല്ലോ, ആന മുഖം, അത് ഗണപതിയാണ്. അപ്പൊ ഡിംഭ കുംഭിമുഖൻ എന്ന് പറയുമ്പോൾ ബാലഗണപതിയാണ്. പിന്നെ ബാഹുലേ എന്ന് പറയുന്നത് ബാലമുരുകനാണ്. ബാലമുരുകനെയും ബാലഗണപതിയെയും അടിയിരുത്തി ആടിക്കുന്നവൾ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് അർത്ഥം. ഇവിടെ പറയുന്ന ഡിംഭ കുംഭിമുഖ ബാഹുലേയ ലസതംഗക. ലസത് ശോഭിക്കുന്നതാണ്. അംഗത്തിൽ, അംഗം മടിത്തട്ട്, ഈ രണ്ട് കുമാരന്മാരെ മടിത്തട്ടിൽ ഇരുത്തി ലാളിപ്പിക്കുന്നവളായ ദേവി എന്നാണ്. വിധുരപങ്കക എന്ന് പറയാൻ പങ്കങ്ങളെയെല്ലാം തിരുവനന്തി പറഞ്ഞു. പങ്കം എന്ന് പറഞ്ഞാൽ ഭാവം. ഡാംഭികാസുര എന്ന് പറഞ്ഞാൽ ഡംഭം എന്ന് പറഞ്ഞാൽ അഹങ്കാരം. അപ്പൊ അഹങ്കാരവും അതുപോലെ ക്രൗര്യവും കൂടെ ചെയ്യുന്നവരാണ് അസുരന്മാർ. അങ്ങനെയുള്ള അസുരന്മാരായ നിശുംഭ, ശുംഭ, മധിനി. ശുംഭനും നിശുംഭനെ ശുംഭ നിശുംഭന്മാരെന്ന് പറയും. ഷായി പറയാം, ഷായി പറയും, രണ്ടും പ്രയോഗിക്കും. അപ്പൊ ഇവർ രണ്ട് ക്രൂരന്മാരായ അസുരന്മാരായിരുന്നു. ആരൊക്കെയാണ്? ശുംഭനും നിശുംഭനും ജ്യേഷ്ഠന്മാരാണ്. അപ്പൊ അവരെ മതിച്ചവരുടെ, മതിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ മർദ്ദിച്ചവർ, മർദ്ദിച്ചു കൊന്നതാണ്. അത് ശുംഭ നിശുംഭ വധ കഥ, അത് പുരാണത്തില് ഉള്ളതാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് ഈ നാരീ സ്വാതന്ത്ര്യത്തെയും അതുപോലെ ഈ സ്ത്രീകൾക്കുള്ള സകലവിധ അവകാശങ്ങളെയും നിഷേധിച്ചുകൊണ്ട് പുരുഷ മേധാവിത്വത്തിന്റെ ഏറ്റവും നികൃഷ്ടവും ഭയാനകവുമായ ആ ഒരു ഭാവതലങ്ങൾ പ്രകടിപ്പിച്ച് ഈ ഉലകത്തെ മുഴുവൻ കീഴടക്കുവാണ് അക്രമികളും അതിക്രൂരന്മാരും ഒക്കെ ആയിരുന്നു, അസുരന്മാരായിരുന്നു ഈ ശുംഭനും നിശുംഭനും. അപ്പൊ ഇവർക്കുള്ള ഒരു പ്രത്യേകത, ഇവര് വലിയ തപസ് ചെയ്തിട്ട് ബ്രഹ്മാവിൽ നിന്നും ഒരു വരം വാങ്ങിച്ചു. ആരാരും കൊല്ലപ്പെടരുതെന്നുള്ള വരമാണ് ചോദിച്ചത്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു അങ്ങനെ ഒരു വരം തരാൻ പറ്റില്ല, കാരണം അത് ജനിച്ചവരെല്ലാം മനുഷ്യമതിയാവും, അതുകൊണ്ട് അത് പറ്റില്ല, നിങ്ങൾ പകരം എന്തെങ്കിലും ചോദിച്ചു. അങ്ങനെ പകരം കാര്യം ചോദിച്ചവരോട് പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മരിക്കുകയാണെങ്കിൽ അത് സ്ത്രീയുടെ കരങ്ങൾ കൊണ്ടാണോ എന്ന് പറഞ്ഞ ആ ഒരു വരത്തിന്റെ അവർ തെരഞ്ഞെടുത്തതിൽ തന്നെ അവർക്ക് സ്ത്രീത്വത്തോടുള്ള പുച്ഛം. അതുപോലെ സ്ത്രീ ഒരിക്കലും പുരുഷ മേധാവിത്വത്തെ തകർക്കത്തക്ക രീതിയിലേക്ക് ഉണർന്ന് വരില്ല എന്നുള്ള അവരുടെ അമിത വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പേരിലാണ് അതൊരു പ്രത്യേക കഥ. കാരണം പറയുന്നത് ഈ ദൃഷ്ടാന്ത കഥകൾ എന്ന് പറയുമ്പോൾ വലിയ ആശയങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ദൃഷ്ടാന്ത കഥ, ഈ കഥ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെയുള്ളതായിരിക്കും, ശുഭനും ശുഭനും ഉണ്ടായിരുന്നു, ഇതൊക്കെ നടന്നതാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോയി. പക്ഷെ അത് ഒരു സാങ്കല്പിക കഥയാണ്. ആ കഥ പറയുന്നത് ആരാണെന്ന് വെച്ചാൽ അത് മുനീശ്വരന്മാരാണ് കഥ പറയുന്നത്. പുരാണ കഥാക്കൾ ഋഷിമാരായിരുന്നു.
അപ്പൊ ഋഷിമാർ പറയുന്ന കഥയെ ഒരിക്കലും അസംബന്ധമായി മാറി. അപ്പൊ അവർ ഈ കഥ പറഞ്ഞു തരുന്നത് ഈ നിശുംഭനും ശുംഭനും യഥാർത്ഥത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഹനിച്ച് ഈ ലോകത്ത് പുരാതന കാലത്ത് വാണിരുന്ന രണ്ട് അതിക്രൂരന്മാരായ നിഷ്ഠൂരന്മാരായ അക്രമികളായിരുന്നു. അങ്ങനെയുള്ളവർ ഇന്ന് മാത്രമല്ല അന്ന് ഉണ്ടായിരുന്നു എന്നുള്ള സന്ദേശമാണ് ഈ കഥയിലൂടെ നമുക്ക് പുരാണ ഋഷി പറഞ്ഞു തരുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ദേവി അതിൽ അവരുടെ ഇവര് പരസ്പരം ഇങ്ങനെ മത്സരിച്ചു. അങ്ങനെ ഒരിക്കല് ഇവരുടെ ശല്യം കൊണ്ട് ലോകം മുഴുവൻ പൊറുതിമുട്ടി. അപ്പോൾ മഹർഷിമാരും അതുപോലെ സാധുക്കളായ മറ്റ് ഉത്കൃഷ്ട ചിന്താഗതിയുള്ള ആളുകളെല്ലാം കൂടെ ചെന്ന് വിഷ്ണുവിനോട് സങ്കടം പറഞ്ഞു. വിഷ്ണു എന്ന് പറഞ്ഞാൽ സ്ഥിതിപാലകനാണ്, എല്ലാവർക്കും നന്മ വരുത്തുന്ന ഭരണത്തെ നയിക്കുന്ന ഒരു ദേവനാണ് സൃഷ്ടി പാലകനായ ശിവൻ. അപ്പോൾ ശിവൻ പറഞ്ഞത് ഈ ബ്രഹ്മാവിനാലും ശിവനാലും ഒക്കെ അനുഗ്രഹം വാങ്ങിയാണ് ഇവരിങ്ങനെ അഴിഞ്ഞാടുന്നത്. അതുകൊണ്ട് ഇവരെ കൊല്ലാൻ മറ്റാർക്കും സാധ്യമല്ല, ദേവി വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. അപ്പൊ അങ്ങനെ ദേവിയെ അവർ വൃത്തിപ്പെടുത്തുകയും ദേവി ശുംഭ നിശുംഭം ചണ്ഡികയോടൊപ്പം അവതരിക്കുകയും ഇവര് രണ്ടുപേരും കൂടി ചെന്ന് ഒരു പ്രത്യേക ആളൊഴിഞ്ഞ സ്ഥലത്തിരുന്നുകൊണ്ട് മനോഹരമായ ഒരു ഗാനം ആലപിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഗാനം കേട്ട് മുണ്ടനും സുണ്ടനോ അങ്ങനെയുള്ള പേരുണ്ട്, അങ്ങനെ രണ്ട് അസുരന്മാരുണ്ട്. അപ്പൊ ഈ അസുരന്മാര് ശരിക്കും ഈ ശുംഭന്മാരുടെ കിങ്കരന്മാരാണ്. അപ്പൊ ഇവര് ഈ യജമാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഓടിച്ചെന്ന് പറഞ്ഞു, തമ്പുരാനെ, രണ്ടും അതിസുന്ദരികളായ രണ്ട് സ്ത്രീകള് ഇന്ന സ്ഥലത്തിരുന്ന് അവര് അതിമധുരമായ ഗാനം ആലപിക്കുന്നു. നിങ്ങൾക്ക് ഭക്തിമാരായിരിക്കാൻ സർവ്വതാ യോഗ്യരാണവർ എന്ന് ഇവർ പറഞ്ഞു. ചന്ദനും മുണ്ടനും. അപ്പൊ ഈ ചന്ദനും മുണ്ടനും ഇത് പറഞ്ഞപ്പോ ഈ സുംബനും നിശുംബനും പറഞ്ഞു, അവരെ വേദം ഇവിടെ കൊണ്ടുവരും, ഞങ്ങൾ ആജ്ഞപ്പെടും. അവർ ഇവരുടെ എന്താജ്ഞയുണ്ടെങ്കിൽ അത് കല്ലെ പുലർത്തുന്ന ആജ്ഞയാണ് നടന്നിരിക്കും. ഉടനെ തന്നെ കിങ്കരന്മാര് ദേവിമാരെ ഈ നിശുംഭന്മാരുടെ ഭാര്യമാരാക്കി ആനയിക്കാനായി ചെല്ലുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ യജമാന്മാരുടെ ഭാര്യമാരായിരിക്കുന്നത് യാതൊരു വിസമ്മതമില്ല, പക്ഷെ ഞങ്ങൾക്കൊരു വ്രതമുണ്ട്. ഞങ്ങളെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന വീരന്മാരെ മാത്രമേ ഞങ്ങൾ കല്യാണം കഴിയൂ. അതുകൊണ്ട് നിങ്ങളുടെ യജമാന്മാരുടെ എന്ന് പറ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ. അപ്പൊ ഇത് കേട്ടോ, അതുകൊള്ളാമല്ലോ, ഈ ലോകം മുഴുവൻ ത്രിലോകങ്ങൾ അടക്കി വാഴുന്ന ഞങ്ങളെയാണ് ഒരു വെറും രണ്ട് പെണ്ണുങ്ങൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇവർ വലിയ സന്നാഹമായി തോന്നുന്നു. ദേവിമാരുടെ നോക്കി ഇവർ രണ്ടും കൊല്ലപ്പെട്ടു. അങ്ങനെയാണ് നിശുംഭ ശുംഭ വധം ദേവി നടത്തിയത്. അപ്പൊ ഇതൊരു പുരാണ കഥ പറയുന്ന രീതിയിലല്ല ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കഥയെ മൂല്യനവീകരണം ചെയ്തിട്ട് അപ്പൊ ദേവി ആരാണെന്ന് പറയുക. അപ്പൊ ഇവിടെ ഒരു പുരാണ കഥയ്ക്ക് പറയുമ്പോൾ അത് നമ്മൾ ആ കഥ കേൾക്കുമ്പോൾ ആ ഒരു രസം. ഇപ്പൊ ഞാൻ പുരാണ കഥ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു രസം പെടുന്നു, കേട്ടിട്ടില്ലാത്തവരല്ലേ കേൾക്കുന്നത്. പക്ഷെ ഈ ഗുരു പറയുന്ന കൃതി എന്ന് പറയുമ്പോൾ ആ തരത്തിലല്ല ഗുരു പറയുന്നത്. ഇത്തരത്തിൽ പുരാണേതിഹാസങ്ങളിൽ വാഴ്ത്തപ്പെട്ടിരിക്കുന്ന ദേവിയെ ശരിക്കും നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ജ്ഞാനസ്വരൂപിണിയായി മനസ്സിലാക്കണം. അവിടെ ആ ജ്ഞാനാംശം എന്ന് പറയുന്നത് ശുംഭനും നിശുംഭനും എന്ന് പറയുന്ന രണ്ട് പുരാണ പ്രസിദ്ധന്മാരായ അസുരന്മാർ ഉണ്ടായിരുന്നുവെന്നും അവർ ഈ കഥയിൽ പറയുന്ന പ്രകാരമാണ് ജീവിച്ചിരുന്നതെന്നും അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഈ ലോക വാഴ്വിന്റെ ഗതിവിഗതികളിലെ ചില അധ്യായങ്ങളാണ്, അല്ലെങ്കിൽ ചില അടരുകളാണ്. അത്തരത്തിൽ മനസ്സിലാക്കണം. അവിടെയെല്ലാം ജ്ഞാനസ്വരൂപിണിയായ ദേവി അവതരിച്ചപ്പോഴാണ് അതിന് ഇപ്പൊ ഭഗവാൻ കൃഷ്ണൻ അവതാരത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നാണ്. ഇതുപോലെ അധർമ്മം എവിടെയെല്ലാം പെരുകുന്നുവോ, ധർമ്മം എവിടെയെല്ലാം ക്ഷയിക്കുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ എന്തു ചെയ്യും?
അധർമ്മികളെ അമർച്ച ചെയ്ത് ധർമ്മിഷ്ഠരെ രക്ഷിക്കുവാനായി യുഗങ്ങൾ വളരെ ആ യുഗം എന്ന് പറയുന്നില്ല. യുഗം എന്ന് പറയുന്നത് നമ്മൾ കാലഘടന വെച്ചിട്ട് ഇത്രായിരം അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് വേണം അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ. അത് ഞാൻ പറയത്തില്ല. യുഗം എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ പൊരുൾ എന്ന് പറഞ്ഞാൽ യോജിച്ചിരിക്കുന്ന അവസ്ഥ. യോജിച്ചിരിക്കുന്ന അവസ്ഥ ധർമ്മവും നീതിയും ലോകവാഴ്വും എല്ലാം ചുരുക്കി പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മീയതയും ലൗകികതയും സമന്വയിക്കുന്ന സംസ്കാരം. അതാണ് യുഗ സമൂഹം പറയുന്നത്. അപ്പൊ അതിൽ ഒന്ന് നശിക്കുമ്പോഴാണ് ഏതാണ് ആത്മീയതയ്ക്ക് ക്ഷയം സംഭവിക്കും. അതാണ് ദർശനമാലയിൽ പറയുന്നത്. എവിടെയാണോ ആത്മീയതയ്ക്ക് ക്ഷതം സംഭവിക്കുന്നത് ഭയങ്കരമിതം ലോകം വേദാനഗരം യഥ എന്നാണ് ഗുരു അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ധർമ്മത്തിന് അപക്ഷയം സംഭവിച്ചാൽ അത് പിന്നെ വേദാനഗരം പോലെയാണ്, പൈശാചിക ലോകം പോലെയാണ് ജീവിതം. അപ്പൊ ഇതാണ് ഈ ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം അതുപോലെ ഏകദേശം സമയം എത്ര മണി നിർത്തും? അപ്പൊ എപ്പോഴാണ് നിർത്തുന്നത് പറഞ്ഞാൽ പണ്ട് ഇതാണ് ശൂരശൂരതരു സൂലു സാരവര താരകാസുരരിപു പ്രസൂ ഇതാണ് നാലാമത്തെ ശ്ലോകം. ദാരിക അധിഘന ദാരികാഗമിത ദാരുണാഥ നിരയശ്ചന. ഒറ്റ പദമാണ്, ഒരു സംസ്കൃത പദമാണ്. ദാരിക ഗമിത എന്ന് പറഞ്ഞാൽ ദാരിക അഗമിത എന്നതിനെ തിരിച്ചു പറയണം. ദാരിദ്ര്യത്തെ അഗമിതം, ധർമ്മം ചെയ്യാനാവാത്ത, അടക്കി നിർത്താനാവാത്ത, അതിഘന അതികഠിനങ്ങളായ ദാരുണാഥ നിരയശ്ചന. ദാരുണം അതേപോലെ അതിഘോരമായ. നിരയശ്ചന എന്ന് പറഞ്ഞാൽ അഖം. അഖം എന്ന് പറഞ്ഞാൽ പാപമാണ്. അഖം. അനഖ എന്ന് പറഞ്ഞാൽ പാപം തെറ്റിയിട്ടില്ലാത്ത പരിശുദ്ധ എന്നാണ്. അത് പല പെട്ടുപിടിക്കുന്ന പേരാണ് അനഖ. പാപം സ്പർശിച്ചിട്ടില്ലാത്തവരെ, പാപം തീണ്ടിയിട്ടില്ലാത്തവർ എന്നാണ് അനഖ എന്നുള്ള പദത്തിന്റെ അർത്ഥം. ഇവിടെ പറഞ്ഞിരിക്കാൻ ദാരുണാഖ നിരയശ്ചടാണ്. ദാരുണമായ അഖം അല്ലെ പാപം, അതിന്റെ നിരയശ്ചട എന്ന് പറഞ്ഞാൽ നിരയ എന്ന് പറയാതെ ഈ നിരതി എന്നൊക്കെ നരകം, അതാണ് നിരയ. നിരയ ചടം, ചട ജട കൂട്ടം എന്ന് വെച്ചാൽ ഘോരപാപ നരക സമൂഹം എന്നാണ്. ഘോരപാപ നരക സമൂഹങ്ങളിൽ നിന്നും ദാരികൻ എന്ന് പറയുന്ന അസുരനെ രക്ഷിച്ചവളാണ് ദേവി. ഇവിടെ ദാരിത എന്ന് പറഞ്ഞാൽ പിളർത്തികൾ എന്ന് പറഞ്ഞാൽ പിളർത്തികളെ എന്താണ്? പാപത്തെ പിളർത്തികൾ പറഞ്ഞാൽ പിന്നെ പാപത്തെ നശിപ്പിക്കുന്നതേ അർത്ഥം. മാരമാരൻ എന്ന് പറഞ്ഞാൽ മാരന് മാരണമായി കുറിച്ചു. മാരൻ കാമദേവനാണ്. കാമദേവന്റെ കഥയാണല്ലോ ശിവപാർവതി തന്നെ കഥ. അതായത് പാർവതി ദേവി ശിവനെ പ്രത്യക്ഷ ആ കഥ എന്ന് പറയുന്നത് പിന്നെ സതീദേവി ദക്ഷയാഗത്തിൽ ആത്മാഹുതി ചെയ്തപ്പോൾ ആ സമയത്ത് സതീദേവി പ്രതിജ്ഞ ചെയ്തിരുന്നു. അഗ്നിദേവനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ അഗ്നിദേവ, എനിക്കൊരു പുനർജന്മം ഉണ്ടാവുകയാണെങ്കിൽ പരമേശ്വരന്റെ ഭാര്യയായി തന്നെ ഞാൻ ആയി തീരുമാറാകണമേ. അപ്പൊ ആ പ്രാർത്ഥന അനുസരിച്ച് ദേവി ഭഗവാനുപുത്രിയായി പാർവതിയായി ജനിച്ചു. അപ്പൊ ഈ പൂർവ്വ വൃത്താന്തങ്ങളെ പൂർവ്വജന്മ കഥകളൊക്കെ നാരദ മഹർഷിയുള്ള പാർവതിയോട് രഹസ്യമായി പറഞ്ഞു കേൾപ്പിച്ചുവെന്നും അതോടുകൂടി ശിവനിൽ അനുരക്തയായി തീർന്ന പാർവതി ഘോര തപസ്സിൽ ഏർപ്പെട്ടിരുന്ന ശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി വിവാഹം കഴിച്ചു. അങ്ങനെയാണ് ഈ സുബ്രഹ്മണ്യനും ഗണപതിയും ഉണ്ടായത് പുരാണ കഥകൾ.
അപ്പൊ ആ ഒരു പുരാണ കഥയെ കൂടെ സ്പർശിച്ചുകൊണ്ടാണ് ഗുരുവിന് ഈ പുരാണ കഥ ആവർത്തിക്കല്ല ചെയ്യുന്നത്, മൂല്യനവീകരണമാണ് ചെയ്യുന്നത്. അപ്പൊ മാരമാരൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കഥ. അപ്പൊ ഈ സമയത്ത് യാതൊരു തരത്തിലും ശുശ്രൂഷ ചെയ്തിട്ട് നമുക്ക് ഈ ശിവന്റെ പ്രസാദം ലഭിക്കുന്നില്ല എന്ന് കണ്ട് ദേവന്മാരെല്ലാം കൂടെ കാമദേവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, കാമദേവ നിങ്ങൾ വന്നിട്ട് അവിടെ പുഷ്പമാണ്. ഈ കാമദേവന്റെ പ്രത്യേകത, കാമദേവൻ അയ്യപ്പൻ എന്നാണുള്ളത്. 5 അമ്പുകളുണ്ട്, 5 മലരുകളാണ്. അപ്പൊ ഈ പൂവമ്പുകളുണ്ട്, അശോകം ഇങ്ങനെ തുടങ്ങിയ 5 പൂക്കളാണത്. അപ്പൊ ആ പൂക്കൾ കൊണ്ട് ബാണം ഉണ്ടാക്കി അത് എഴുതി കഴിഞ്ഞാൽ അവിടെ മൊത്തം പ്രേമമയമായി ചെയ്യുന്നതാണ്. എന്നാലും സകല സർവ ജീവജാലങ്ങൾ തമ്മിൽ ആത്മബന്ധവും അതുപോലെ ആത്മപ്രണയവും ഉണ്ടാകും. അപ്പോൾ ഈ ഘോരതപസ്സിരിക്കുന്ന ശിവൻ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് ശിവന് നേരെ ഈ അമ്പ അയച്ചാൽ ശിവൻ കണ്ണുതുറക്കും. അപ്പോൾ മുന്നിൽ നിൽക്കുന്ന പാർവതി അനുരക്തരാകും. അപ്പോൾ ദേവകാര്യം സാധിക്കുമെന്നുള്ള പ്രതീക്ഷകളാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയെന്ന് ഈ പൂവമ്പൻ അല്ലെ കാമദേവൻ ബാണം പുഷ്പബാണങ്ങളായിട്ട് അവിടെ മുഴുവൻ നല്ല ഒരു അന്തരീക്ഷം, പ്രേമ സാമീപ്യത്തിനുള്ള അന്തരീക്ഷമായി മാറി. പക്ഷെ ശിവൻ പെട്ടെന്ന് കണ്ടു, കാമദേവനെ കണ്ടു. കാമദേവൻ ശിവന്റെ പ്രാപ്തിയിട്ട് ധരിച്ചു പോയിരുന്ന കഥ. അപ്പൊ അത് പക്ഷെ അതൊരു പുനർനവീകരണം ചെയ്താണ് അതിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ കാമൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോൾ കുടികൊള്ളുന്ന വൈകാരിക ഭാവമാണ്. കാമദേവൻ നമ്മുടെയൊക്കെ ശരീരത്തിലുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. ആ കാമമാണ് നമ്മളെ പല കാമക്രോധ ലോഭ മോഹമല്ല മാത്സര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ വഴിച്ച് ഇഴച്ച് നമ്മളെ കൊണ്ട് അരുതാത്തതെല്ലാം ചെയ്യിച്ച് നമ്മുടെ ജീവിതത്തെ പ്രശ്ന പങ്കുലമാക്കിയത്. അപ്പൊ ആ ഒരു കഥയാണ്. അതായത് ഇങ്ങനെ ഒരു കാമദേവൻ എന്ന് പറയുന്ന ദേവനുണ്ടെന്നും ആ ദേവൻ അങ്ങോട്ട് പുഷ്പബാണം അയച്ചു കഴിഞ്ഞാൽ അവിടെല്ലാം ഈ കാമാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുമെന്നൊക്കെ പറയുന്നത് അതിനെ അർത്ഥതലത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ആശയത്തെ പൗരാണിക സങ്കല്പത്തെ മൂല്യനവീകരണം ചെയ്യുന്നതിനെ ജ്ഞാനസ്വരൂപതയിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഗുരുവിടെ നടത്തിയിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് മരാമരാള മണിമത്തരാഗപരമായി. ഈ മരാമരാളം എന്ന് പറയാൻ മരം എന്നാദ്യ ഉപനിഷത്ത് ഉപയോഗിക്കുന്ന വാക്കാണ്. ഐതരേയ ഉപനിഷത്തിലൊക്കെ പറയാം ആദ്യയുടെ ഈ എന്തുണ്ടായി ഭൂമിയുണ്ടായി. അതായത് മരം, അപ്പ്, പിന്നെ ആകാശികൾക്ക് രീതിയിലാണ്. മരം എന്ന് പറയുന്നത് കൃത്തിനെയാണ് പറയുന്നത്. കൃത്ത് എന്ന് പറയുന്നത് ദീർഘികമായ അവസ്ഥ, അതാണ് മരം. അതൊരു സംസ്കൃത പദമാണ്. നശ്വരം എന്ന് പറഞ്ഞാൽ വൃത്തിന്റെ പ്രത്യേകത, മണിന്റെ പ്രത്യേകതയാണ് മൃണ്മയം എന്ന് പറയുന്നത് നശ്വരം. നമ്മുടെ ശരീരം മൃണ്മയമാണെന്ന് പറയുന്നത് ഇതെപ്പോഴും നശിക്കും. ഏത് സമയം നശിക്കുന്ന ഒരു കുറ്റമില്ല. നമ്മൾ ഒരു ഈച്ച വരനെ കയറിയാൽ ആ സമയത്ത് തീരും. പക്ഷെ അപ്പൊ തീരണമെന്നില്ല. അതാണ് അനശ്വരം, അനിശ്ചിതം എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് മരാമരാളം എന്ന് പറഞ്ഞാൽ നശ്വരവും അനശ്വരവും. അമര ആള, അതാണ് മര അമരാള. മരാമരാള മര അമരാള. ആളുക എന്ന് പറയുന്നതാണ് ഭരിക്കുക എന്നൊക്കെയാണ്. മുതലാളി, മുതലിനെ ആളുന്നവരാണ് മുതലാളി. തൊഴിലിനെ ആളുന്നവർ തൊഴിലാളിയാണ്. അപ്പൊ ആ രീതിയിൽ അമരാളം എന്ന് പറഞ്ഞാലാണ് അമരത്വത്തെ ആളുന്നവൻ. ഇവിടെ ദേവിയാണ് പറയുന്ന അമരാളാണ്. അമരത്വത്തെ ആളുന്നവരുടെ. പിന്നെ പറയുന്നത് മണിമത്തരാഗപരമായി. മണിമത്തരാഗം, ഈ മത്തരാഗം എന്ന് പറഞ്ഞാല് മത്ത് പിടിപ്പിക്കുന്ന രാഗം. രാഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമുള്ള നമ്മുടെ ആശ അല്ലെങ്കിൽ ആ രാഗം, രാഗ ദ്വേഷമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. പക്ഷെ നമ്മൾ അറിയാതെ നമ്മളെല്ലാം രാഗബദ്ധിതരും. ഏതെങ്കിലും ഒന്നിനോട് രാഗമുള്ളവരെ, അനുരാഗം എന്ന് പറഞ്ഞാൽ വിട്ടുപിടിയാത്ത അതിനോട് ചേർന്നിരിക്കുന്ന രാഗത്തെയാണ് അനുരാഗം എന്ന് പറയുന്നത്. രാഗം എന്ന് പറഞ്ഞാൽ ആഗ്രഹമെന്നേ അർത്ഥമുള്ളൂ. അപ്പൊ ഭൗതികതയിലേക്ക് എപ്പോഴും മനസ്സ് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാം രാഗമത്തരം. അപ്പൊ അങ്ങനെയുള്ള ഈ മത്തരാഗങ്ങൾക്കെല്ലാം അതീതമായ ഭാവമാണ് ദേവിക്കുള്ളത്. അതാണ് പറയുന്നത് മണി മത്തരാഗപരം ആയി.
ദേവി എന്ന് പറയുന്ന യാതൊരുവിധ രാഗങ്ങൾക്കും അടിപ്പെടുന്നവർ. പക്ഷേ ദേവിയാണ് യഥാർത്ഥത്തിൽ ഈ രാഗങ്ങളായെല്ലാം ഭാവം പകർന്നാടുന്നത്. കാരണം ദേവി ജ്ഞാനസ്വരൂപിണിയായി ദേവതയെ കാണുമ്പോൾ നമ്മളിലുണ്ടാകുന്ന സകല രാഗങ്ങളും ദേവി ഭാവമയം തന്നെയാണ്. ദേവിയിൽ നിന്നും അന്യമായിട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള ദേവിയെ നമ്മൾ എങ്ങനെ കാണണം? ഈ വിധങ്ങളായ എല്ലാ രാഗങ്ങൾക്കും അതീതയായ മണിയായി കാണണം. മണി എന്ന് പറഞ്ഞാൽ രത്നമാണ്. രത്നം ഇവിടെ ജ്ഞാന രത്നമാണ്, അറിവാണ്. ശൂരന്മാരിൽ ശൂരൻ, ധനു എന്ന് പറഞ്ഞാൽ കശ്യപ പ്രജാപതിയുടെ ഭാര്യമാരിൽ ധനു എന്ന പേരോടുകൂടിയ ഭാര്യ, അവരുടെ സൂനു എന്ന് പറഞ്ഞാൽ പുത്രനാണ്. ധനു സൂനു സാരം. ഇവിടെ പറയുന്നത് ആ ധനുസൂനുക്കളെല്ലാം അസുരന്മാരാണ്. അവരെല്ലാം നീചന്മാരും ക്രൂരന്മാരും. അവരുടെ സാരം എന്താണ്? ആകത്തുക. അതിന്റെ എല്ലാം ഒരു മൂർത്തിഭാവമായി വിരാജിച്ച ആളാണ് താരകാസുരൻ എന്ന് പറഞ്ഞാൽ സർവ്വധനുക്കളുടെയും ധനുസൂനുക്കളുടെയും ധനുപുത്രന്മാരുടെയും ശൂരതയ്ക്കെല്ലാം അതിലൊരു മകുടോദാഹരണമാണ് താരകാസുരൻ. അങ്ങനെയുള്ള താരകാസുരന്റെ വിഭുവിനെ പ്രസവിച്ചവളെ അല്ലെ മാതാവേ. അതാരാണ്? താരകാസുരനെ കൊണ്ട ആരാണ്? സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ ജനിച്ചേരാം ദിവസം ഈ താരകാസുരനെ കൊന്നതാണ്. അതാണ് ഈ ത്രിപുര ദഹന കഥയിൽ പറയുന്നത്. അപ്പൊ ആ ഒരു പ്രയോഗം, അതായത് സുബ്രഹ്മണ്യന്റെ മാതാവേ നാം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഗുരു പറഞ്ഞത് എങ്ങനായി? അപ്പൊ നമ്മുടെ നാവിൽ എത്ര വ്യായാമം കിട്ടും, എത്ര പദങ്ങൾ നമ്മൾ പഠിച്ചു. ഗുരു പറഞ്ഞിരിക്കുന്ന ഒത്തേ ഉള്ളൂ, സുബ്രഹ്മണ്യന്റെ മാതാവേ. അതിനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് രാജരാജരമണി അപാരമിതരാജിതാമലപതാവതാം എന്ന് വെച്ചാൽ രാജരാജരമണി എന്നുള്ള രാജരാജാവ്, അത് ദേവദേവൻ തന്നെയാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? രഞ്ജിപ്പിക്കുന്നവനാരോ അവനാണ് രാജാവ്. പ്രജകളെ രഞ്ജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രജകൾക്ക് സുഖമായി ജീവിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന കർത്തവ്യം നിർവഹിക്കുന്നവനാണ് രാജാവ്. ഇവിടെ ദേവദേവനായ ശിവൻ ഈ ലോകത്തുള്ള സകലരെയും രഞ്ജിപ്പിക്കുന്ന ആളാണ്. അതാണ് ഈ സൃഷ്ടിപ്പുറ സംഹാരമൂർത്തിയായ ശിവന്റെ രഞ്ജന ധർമ്മത്തിലാണ് ഈ ലോകം തുടരുന്നത്. അങ്ങനെയുള്ള ആ ശിവനെ രമിപ്പിക്കുന്നവളാണ് രാജരാജരമണി. രാജരാജാവായ ശിവനെ രമിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, ആനന്ദിപ്പിക്കുക. അപാരമിത രാജിത. അപാരമിതം എന്ന് പറഞ്ഞാൽ പാരമ്യം, അല്ലെങ്കിൽ ഒരു അതിന്റെ ഒരു അവസാനം നമ്മളൊന്ന് വിലയിരുത്തി നോക്കുമ്പോൾ ആ ദേവീഭാവത്തെ ആത്യന്തികമായ ഭാവസ്വരൂപത്തെ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. അത് അപാരമാണ്, അപാരമിതയാണ്. ഒരിക്കലും ആർക്കും താരതമ്യം ചെയ്ത് ഇതാണ് ദേവി എന്ന രീതിയിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാനോ വരച്ചു കാണിക്കാനോ തൊട്ട് കാണിക്കാനോ ഒന്നും സാധ്യമല്ല. അതാണ് ഈ വാഗാതീതയും മനനാതീതയും. അതായത് നമുക്ക് മനനം ചെയ്തൊക്കെ അറിയാം, പക്ഷെ ആ മനനം ചെയ്ത ഒന്നും അല്ല, അതിനപ്പുറത്താണ് ദേവി. അങ്ങനെയുള്ള ദേവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജരാജരമണി, പിന്നെ അപാരമിത രാജിത എന്ന് വെച്ചാൽ അളവറ്റ മാനങ്ങളോടുകൂടി വിരാജിക്കുന്നവളാണ് അപാരമിത രാജിത. അമലപദ ശുദ്ധ പദവി അല്ലെങ്കിൽ ശുദ്ധജ്ഞാന സ്വരൂപിണി അവതാം ഞങ്ങളെ രക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് കൂടുതൽ വിശദീകരിക്കാൻ സമയം വേണം. അത് ഞാൻ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുന്നു. സമയം 8:15 എങ്ങനെ
ശ്ലോകം ഇതാണ്: ഹേലയാസ്വദിതഹാലയാ കുലിതകാലയാ മലിനശീലയാ ഗ്രീലയാ പലിതഭാലയാ വിമലമാലയാ സമരവേലയാ സ്ഥൂലയാ ബഹുശിവാലയാ കുശലമൂലയാ ജലദകാലയാ കാലയേ പരിപാലയേ പരിപാലയേ നവമാലയാ. അപ്പൊ ഇവിടെ പോലെ ആണ് ആ സംസ്കൃതത്തിന്റെ കാഠിന്യമുള്ള പ്രയോഗങ്ങളാണ്. പക്ഷെ വളരെ ലളിതമാണെന്ന് തോന്നുന്നു വായിക്കും. ഇവിടെ പറയുന്ന ഹേല ആസ്വദിത, ഹേല ആസ്വദിത. ഹേല എന്ന് പറഞ്ഞ അർത്ഥം ലീല എന്നാണ്. ലീലാഭാവന വിനോദഭാവത്തിൽ ഹാല ആസ്വദിക്കും. ഹാലം എന്ന് പറഞ്ഞാൽ മദ്യമെന്നാണ്. വിഷമെന്ന് അർത്ഥമുണ്ട്. ഇവിടെ മദ്യം. ഇത് ഈ ദേവിയുടെ മുമ്പ് ശ്ലോകത്തിൽ ശുംഭനിശുംഭന്മാരുമായി ഏറ്റുമുട്ടുന്ന ദേവി ഭാവത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ദേവി വീരപാനം, അത് പുരാണ കഥകളിലാണ്. ആ പുരാണ കഥകളിൽ വീരപാനം അതാണ് ദേവി പെട്ടെന്ന് വീരപാനം നടത്താനുള്ള യുദ്ധത്തിന് മുന്നിൽ ഈ യോദ്ധാക്കൾ യുദ്ധം ചെയ്യുന്ന ഭടന്മാര് മദ്യകുടി. ആ മദ്യകുടി അത് യോദ്ധാക്കൾ മാത്രമല്ല, ആനയ്ക്ക് കുതിരയ്ക്ക് കൊടുക്കും. കാരണം ഇവർക്ക് ആ യുദ്ധവീര് അവർ സ്വയം മറന്ന് യുദ്ധം ചെയ്യാറ്. മരണം പോലും വന്നാൽ അവർക്ക് വിടാൻ അതിനവരുടെ ശരീരത്തെ കൂടുതൽ സജ്ജമാക്കുന്നതിന് വേണ്ടിയാണ് വീരപാനം. വീരന്മാർ നടത്തുന്ന മദ്യപാനമാണ് വീരപാനം. അത് ദേവിയും അസുരനുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് ദേവാസുര യുദ്ധങ്ങളിലൊക്കെ ദേവി ഭാവം പകർന്നാടി യുദ്ധം ചെയ്യുമ്പോൾ അവിടെ വീരപാനം നടത്തുന്നു. അങ്ങനെ വീരപാനം നടത്തുന്ന അവസരത്തിൽ ആകുലിത കാലയ, ആ സമയത്ത് ആകുലിതമായ കാലമാണ്. ആകുലിതം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ ദേവിക്ക് യുദ്ധം ചെയ്യുന്ന കാര്യം. ദേവി യുദ്ധം ചെയ്തിട്ടുമില്ല. അപ്പൊ നമ്മൾ അതൊക്കെ അങ്ങനെ സങ്കല്പങ്ങൾ ഉണ്ടാക്കി നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളെ ദൃഷ്ടാന്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദേവാസുരങ്ങളിലൊക്കെ ദേവന്മാരും അസുരന്മാരും ഏറ്റുമുട്ടുന്നതായി പറഞ്ഞിരിക്കുന്നത്. അവിടെ പക്ഷേ അങ്ങനെ യുദ്ധം നടക്കുന്നില്ല. ആശയ സംഘടനകളാണ്. അത് തികച്ചും ആശയവാദപരമായ കഥകൾ തന്നെയാണ്. അപ്പൊ അവിടെയൊക്കെയാണ് ദേവി സജ്ജമായിട്ട് ഈ അസാധാരണ നിവാളായ യുദ്ധം ചെയ്യണമെന്ന് വേണ്ട. കാരണം ദേവി അതല്ല. ദേവി ഭാവം തന്നെയാണ് അർത്ഥത്തിൽ അസുരഭാവം കൂടാടുന്നത്. അപ്പൊ അവിടെ ആ യുദ്ധം എന്ന് പറയുന്നത് സാങ്കല്പികമാണ്, ദൃഷ്ടാന്തമാണ്. അപ്പൊ അങ്ങനെയുള്ള കാലത്ത്, ആ ആധുനികമായ കാലത്ത് എന്നാണ് ഒരു സങ്കീർണമായ സ്ഥിതിവിശേഷം വന്ന കഥാസന്ദർഭത്തിൽ എടുത്തു നിൽക്കുമ്പോൾ ആ സമയത്ത് ദേവി വീരപാനം ചെയ്തതായി കാണപ്പെടുന്നു. അതാണ് പറയുന്നത് മലിനശ്രീലയ. അപ്പൊ ദേവിയുടെ ശ്രീലത്വം, ദേവിയുടെ ശ്രീ ഐശ്വര്യം അത് മലിനപ്പെട്ട് കാണുന്നു. വ്രീലയാ വലിത ഭാലയ, വ്രീലാവതിയായി പറഞ്ഞാൽ വ്രീല എന്നുള്ളതിനെ ലജ്ജിത എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. പക്ഷെ ഇവിടെ ഈ വിളറി വെളുക്കുന്ന ഒരവസ്ഥ. ലജ്ജ വരുമ്പോഴാണ് വലിയ പൊങ്ങച്ചൊക്കെ അടിച്ചിട്ട് അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റാത്തതായ പ്രയോഗങ്ങളായാലും ഏത് ഭാഗത്തുണ്ടെങ്കിലും ആ പാടെ വിളറി വെളുത്തു. ആ ഒരവസ്ഥയ്ക്കാണ് വ്രീല എന്ന് പറയുന്നത്. അങ്ങനെ മദ്യപാനം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കാരണം നമ്മുടെ ഓജസ് നഷ്ടപ്പെടും. ഓജസ് നഷ്ടപ്പെട്ട് കണ്ണും മുഖമൊക്കെ ചുമന്നു കൊടുത്ത് ശരീരം മൊത്തം ഒരു പ്രീതിതമായ അവസ്ഥ, വിളറി വെളും. ആ ഒരവസ്ഥയിൽ പലിതഭാലയ, പലിതം എന്ന് പറഞ്ഞാൽ നരച്ചതാണ്. നരയ്ക്കുക എന്ന് പറഞ്ഞാൽ മുടി നരയ്ക്കാനുള്ള അർത്ഥം എന്താണ്? മുടിയുടെ കറുപ്പ് മാറുന്നത് പ്രായാധിക്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്ട്രെങ്ത്നെസ്, അതിന്റെ ശക്തി കുറഞ്ഞു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ് ഈ നര. അപ്പൊ ഭാലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടവാണ്. നെറ്റിത്തടവെന്ന് വെളുക്കുകയാണ്. രക്തം പോയി, അതില്ലേ രക്തമില്ലാതായി പോയെന്നുള്ളത്. നമ്മുടെ ചില ഭാഗത്ത് നമ്മുടെ ഒരു പ്രത്യേക വികാരം വരുമ്പോൾ നമ്മുടെ ഈ ചുവന്നു കൊടുക്കേണ്ടതിന് പകരം ഈ രക്തം പറ്റിയതുപോലെ ശരീരം വെളുത്തു. ആ ഒരവസ്ഥയിലാണ് മദ്യപാനം ചെയ്യുന്ന ദേവിയാണ്. നമ്മുടെ അർത്ഥം എന്താണ്? ദേവിയുടെ സകല പ്രഭാവങ്ങൾ പോയി ദേവി പ്രഭാവത്തിലെ അല്ലാത്ത മാതിരി ദേവി മാറുന്ന ഭാവം പകർന്നാടുന്ന നിമിഷമാണ് ദേവാസുര യുദ്ധ സമയത്ത് ദേവി
വീരപാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥൂലയാ വപുഷി പാലയ. പിന്നെ പറയുന്ന ദേവിയുടെ മറ്റൊരു ഭാവത്തെയാണ് വപുഷ്. വപുസ് എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ്. വപുഷി പാലയ എന്ന് പറഞ്ഞാൽ കന്യകാരൂപത്തിൽ ദേവി പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ അത് സ്ഥൂലരൂപമാണ്, ദേവിയുടെ സ്ഥൂലരൂപം. യുദ്ധത്തിൽ ദേവി കന്യകാഭാവം, ഇവിടെ സ്ത്രീഭാവം എന്ന് മനസ്സിലാക്കിയാൽ മതി. കന്യകാഭാവം ഇവിടെ ബാലയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാലാവന് മറ്റൊരൊപ്പമുണ്ട്. കന്യക എന്ന് മാത്രമല്ല, ചഞ്ചല ചിത്രത്തിനുടമയായ സ്ത്രീ എന്ന് പറഞ്ഞ് ബാല എന്ന് പറയും, അമല എന്ന് പറയുന്നത് ആ ഒരു ഭാവത്തിലാണ്. അല്ലെങ്കിൽ ദേവി ആ ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് യുദ്ധസന്നദ്ധയായി നിൽക്കുന്നത്, അല്ലെങ്കിൽ യുദ്ധസന്നദ്ധയാവില്ല. കുശലമൂലയ. കുശലം എന്ന് പറഞ്ഞാൽ ലോകത്തിന് കുശലം എന്ന് പറഞ്ഞാൽ മംഗളം, നല്ല കൗശലം എന്നത് യുദ്ധത്തിന് കൗശലമാണ്. ആ യുദ്ധ കൗശലം കൊണ്ട് നിൽക്കുന്ന അവസരം കുശലമൂലം എന്ന് പറയുന്നത് കൗശലങ്ങളുടെ എല്ലാം മൂലമായ ആ മൂലസ്വരൂപതയോടുകൂടി ദേവിയെ ഭാവം പകർന്ന പിന്നെ ദേവിയെ തോൽപ്പിക്കാനാവില്ല. യുദ്ധ കൗശലങ്ങളുടെ എല്ലാം മൂലമായി ദേവി പകർന്നാടിയാൽ പിന്നെ ഏതസുരമായാൽ ആ ഭാവത്തെ ചെറുക്കാൻ പറ്റും. ആ രീതിയിലേക്ക് ആർക്കും എതിർക്കാൻ കഴിയാത്തതായ ഭാവതലത്തിൽ ദേവി സകല യുദ്ധ കൗശലങ്ങളും അത് വടിവാർന്ന രൂപത്തിൽ മാറുകയാണ്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പാലയേതി എന്നിട്ട് പറയുന്നത് സ്ഥൂലയാവൃഷി പാലയ കുശലമൂലയ ജലതകാലയ. ഇവിടെ ജലതകാലയ പറയുമ്പോൾ ദേവിയുടെ ആ ഒരു കരിങ്കാളി ഭാവമാണ്. കരിങ്കാളി ആയി കഴിഞ്ഞാൽ പിന്നെ ദേവി കണ്ണടച്ച് എതിർത്ത് വരുന്നവരെ സംഹരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ദേവിയോട് പറയാണ് പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയായ. ഞങ്ങളെ പരിപാലിച്ചാലും പരിപാലിച്ചാലും ജപമാലയ. ആ ജപമാലയ എന്ന് പറയുമ്പോൾ ജപമാല അറിയാമോ? ഈ ജപത്തിന് വേണ്ടിയിട്ട് ജപധ്യാനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മന്ത്രം ഇത്ര തവണ ആവർത്തിക്കുന്ന തവണ സഹസ്രനാമയജ്ഞം എന്ന് പറയുന്നത് പോലെ ആ സമയത്ത് ആ മന്ത്ര ജപം തെറ്റി പോകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാലയാണ് ജപമാല എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ആ അർത്ഥമല്ല. ജപമാല, മാല എന്നുള്ള പദത്തിന് കൂട്ടങ്ങളർത്ഥം. അപ്പൊ ജപങ്ങളുടെ കൂട്ടം, കൂട്ടം എന്ന അർത്ഥത്തിൽ കുറെ മാറ്റമില്ല. ഈ മാല എന്ന് പറയുന്നത് ഈ ഒരു ചരടില് മുത്തുമണികൾ ഒന്നിനു പുറകെ ഒന്നായി കോർത്തിടുകയാണ്. അപ്പൊ ജപത്തിന്റെ മാല എന്ന് പറയുമ്പോൾ ജപപ്രവാഹം നടുക. ജപപ്രവാഹം, നിരന്തരമായ ജപം എന്ന് വെച്ചാൽ എന്താണ് ജപം? നമ്മൾ മന്ത്രം ജപിക്കുന്നത് മാത്രമല്ല, അല്ലെ നാമം ജപിക്കുന്നത് മാത്രമല്ല, ആ ജപത്തോടൊപ്പം തന്നെ ധ്യാനവും മനനവും നടക്കും. ഇത് മൂന്ന് ഒരേ സമയമാണ്. അതാണ് ജപധ്യാനം. അത്രത്തോളം വലിയ ധ്യാനം വേറെ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മള് ഓം നമഃശിവായ എന്നൊരു മന്ത്രം, അതിനാണ് ശിവാക്ഷരി പഞ്ചരം. ഓം നമ ശിവായ, നമഃശിവായ അഞ്ചെണ്ണമാണ്. ഈ മന്ത്രത്തോടുകൂടി ഓം എന്ന ഏകാക്ഷരി മന്ത്രം കൂടെ ചേർത്ത് പറയുമ്പോൾ ഈ ഓം നമഃശിവായ എന്ന മന്ത്രം 1001 തവണയോ അല്ലെങ്കിൽ എത്രയോ തവണ അഹോരാത്ര ജപധ്യാനായിരുന്നു. അപ്പൊ അവിടെ അഹോരാത്രമാണെങ്കിൽ രാത്രി പകലും അല്ലെങ്കിൽ ഏകദിനമുണ്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പല രീതികളുണ്ട്. അപ്പൊ അവിടെ അത്രയും പ്രാവശ്യം നമ്മൾ ഈ മന്ത്രം ജപിക്കുമ്പോഴുള്ള നമഃശിവായ, അവിടെ ആദ്യം ഓം എന്ന് പറയുന്നത് എന്താണ്? ഓം ഏകാക്ഷര മന്ത്രമാണ്. അത് ബ്രഹ്മ പ്രതീകമാണ് മന്ത്രം. ഓം എന്നുള്ള ജപം തന്നെ ഈ ലോകത്തിലുള്ള സമസ്ത ജ്ഞാന വൈഭവങ്ങളെയും സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജപമാണ്. അതിനോടൊപ്പം നമ ശിവായ, ശിവന് വേണ്ടി നമസ്കാരങ്ങളെ പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ നമ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ എന്ന് പറഞ്ഞാൽ നമനഭാവത്തോടു കൂടി കുമ്പിടുന്ന ആ ഒരു പ്രക്രിയ എന്നാണ്. അത് ആർക്ക് വേണ്ടിയാണ് കുമ്പിടുന്നത്? ശിവായ, ശിവന് വേണ്ടിയാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് മംഗളം പ്രദാനം ചെയ്യുന്ന സംഹാര ശക്തിയാണ്. ആ ശക്തിക്ക് മുന്നിൽ കുമ്പിടുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? സകല അഹങ്കാരങ്ങളും സമർപ്പിച്ച് നമ്മളെ യഥാർത്ഥ ജ്ഞാനപ്പൊരുളിൽ സമർപ്പിതരാണ്. അപ്പൊ അവിടെ ആ ഒരു ധ്യാനമൊക്കെ നടത്തി കഴിയുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സ് അറിവുകൊണ്ട് നിറഞ്ഞ് ജ്ഞാനപൂരിതരായി ഭവിക്കുക മാത്രമല്ല, നമ്മുടെ മനസ്സിലുള്ള സർവ മോഹ രാഗ
ഭാവങ്ങളെല്ലാം അതെല്ലാം ഒന്ന് നശിച്ച് നമ്മൾ ഉദാത്തമായ ഒരു സംസ്കാരത്തിന്റെ ഉടമകളായി മാറും. അപ്പൊ അങ്ങനെ ഉള്ള ധ്യാനത്തിലൂടെ ദേവി ധ്യാനത്തെയാണ് ജപമാലയ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ നിരന്തരമായ ജപത്തിലൂടെ അല്ലയോ ദേവി അങ്ങ് ജ്ഞാനസ്വരൂപിണിയായി പ്രത്യക്ഷപ്പെട്ടു വന്ന് ഞങ്ങൾക്ക് സർവമംഗളങ്ങളും അരുളുമാറാകണമേ നാം പ്രാർത്ഥിച്ചിരിക്കുന്നു. അടുത്തത് അതിലിപ്പോ പറഞ്ഞത് കേരളാസുര അപ്പൊ നമുക്ക് ഇതിലൊക്കെ ഇത്രേ ഉള്ളൂ. ആറാമത്തത് രാമയ വിമതമായ വാമയ രാമയ വിമതവാമയ ശമിത കാമയ സുമിത സീമയ ഭൂമയാധികവരോമയ ഖനകദംബയ വിദുരിതാമയ ഘോരയ സമരലീലയ ഹരിതഗീതയ സമരപാലയ പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയ. ഇനി അവസാനമായി ഒരു ശ്ലോകം കൂടെ എഴുതിയിട്ടുള്ളൂ. അത് ഞാനത് ക്ലാസ് സാശയ വിധുതപാശയ വിധുതപാശയ സരജനീശയ ശോഷയ നവതപാശയ കുജവിഘോഷയ വിനുതമേശയ സേനയ സുമണ്ഡനാശയ കൃതഹരാശയ ദമിതമാശയ കേരളസുഘോഷയ ദിവിമോചയ. അങ്ങനെ ഈ 8 ശ്ലോകങ്ങളിലായി ദേവിയുടെ സകല ഭാവസ്വരൂപങ്ങളെ അതിമനോഹരമായി അതിഗഹനമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പൊ ഇത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ കഴിവതും നമ്മൾ കുടുംബസമേതം കുട്ടികളെ കൊണ്ടുകൂടി ഇത് ആലപിക്കുക, പരിശീലിപ്പിക്കുക. അവരുടെ നാവ് ശരിയായ രീതിയിൽ നാവിനതൊരു വ്യായാമമായി തീരും. ഒപ്പം സ്ഫുടതയോടുകൂടി അക്ഷരം ഉച്ചരിക്കുവാൻ നമുക്ക് സാധിക്കും. ജ്ഞാനപ്രഭാവം ഉണ്ടാകും, ദേവി പ്രസാദം ഉണ്ടാകും. അതിനുവേണ്ടിയാണ് നമുക്ക് ഗുരു ഈ കൃതി എഴുതിയിരിക്കുന്നത്. മറ്റു വേദിയിലൊന്നും ഇത് ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു കൃതിയാണിത്. അപ്പൊ ഇതെന്തായാലും ഇവിടെ വന്ന് ഈ വേദിയിൽ തന്നെ അവതരിപ്പിക്കുവാൻ എനിക്ക് സൗഭാഗ്യം ലഭിച്ചതിൽ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം എന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നതിൽ എനിക്കുള്ള നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി.